عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, വളരെ പെട്ടെന്ന് തന്നെ ഒരു ബുധനാഴ്ചയും കൂടി വന്നു അല്ലേ? ബുധനാഴ്ച നമ്മുടെ ദിവസമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരുമിച്ച് കൂടി സോഫ്റ്റ് സ്കിൽ ക്ലാസ് നടത്തുന്ന ദിവസമാണ്. എല്ലാവരും മറന്നുപോയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ, എന്റെ ശബ്ദം ക്ലിയർ അല്ലേ? ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് ഇരുന്നോളൂ. കാരണം നമ്മൾ ഒരു ദിവസം എടുക്കുന്ന ക്ലാസ് നെക്സ്റ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാറില്ല, നേരെ അടുത്ത വിഷയത്തിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ സാധാരണത്തെ പതിവ്. അപ്പൊ അതുകൊണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നേരത്തെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ ക്ലാസ് റൂമിലെ അഡ്മിന്മാർ റെക്കോർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കേട്ട് നമുക്ക് എന്നാലും നേരിട്ടുള്ള ക്ലാസ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം. ഇത് കുറെ കൂടി സൗകര്യപ്രദമായ ഒരു സംഗതിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ആശയവിനിമയത്തിന്റെ കുറിച്ചുള്ള കുറച്ച് വിശദ വിവരങ്ങളായിരുന്നു. ഇന്ന് നമുക്ക് എന്താണ് ആശയവിനിമയത്തിന്റെ സത്യത്തിൽ അതിന്റെ പരിപൂർണത എന്താണ്, എങ്ങനെയാണ് അത് കുറെ കൂടി ഫലപ്രദമാക്കാൻ സാധിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. ആശയവിനിമയത്തിൽ പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ബുദ്ധിയാണ്. ബുദ്ധിയും അറിവുമാണ് ആശയവിനിമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. ഒരിക്കൽ ഒരു കോളേജിൽ ഒരാള് ലൈബ്രറിയനായിട്ട് പുതുതായിട്ട് ജോലിക്ക് ചേർന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. കുറെ പെൺകുട്ടികൾ വന്നു ഇദ്ദേഹത്തിനോട് മയിൽപീലി ഉണ്ടോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം മയിൽപീലി ഉണ്ടോ എന്നാണ് പെൺകുട്ടികൾ ചോദിച്ചത്. ഇദ്ദേഹം ആകെ ചമ്മിപ്പോയി. എന്നോട് മയിൽപീലി ചോദിക്കുന്നു, ഇത്ര വയസ്സായ എന്നോട് മയിൽപീലി ചോദിക്കുകയോ എന്ന് കരുതി അദ്ദേഹം ഞാൻ അത്തരക്കാരനല്ല എന്ന് തന്നോട് ചോദ്യം ചോദിക്കാമെന്ന ഈ തരുണീമണികളോട് ഇദ്ദേഹം പ്രതിവദിച്ചു. അങ്ങനെ അവർ പ്രിൻസിപ്പാളിന്റെ അടുത്ത് ചെന്നു. പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് പറഞ്ഞു. ഞങ്ങളൊരു പുസ്തകം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നത്, തൊട്ടടുത്ത് തന്നെ ആ ബുക്ക് ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഞങ്ങളോട് ചൂടാവുകയാണ് അദ്ദേഹം ചെയ്തത്, പുസ്തകം എടുത്തു തന്നിട്ടില്ല എന്ന്. അപ്പോഴാണ് പ്രിൻസിപ്പാൾ ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി പറഞ്ഞു, നിങ്ങളൊക്കെ എന്ത് ലൈബ്രറിയനാ? ഇവരാവശ്യപ്പെട്ട ഒരു പുസ്തകമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ വിവരത്തിനനുസരിച്ചാണ് അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിക്കേഷനിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വിവരത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കണം. വിവരം വേണം, പറയുന്നവർക്കും വിവരം വേണം, സ്വീകരിക്കുന്നവർക്കും വിവരം വേണം. അവരുടെ വിവരത്തിനനുസരിച്ചിട്ടാണ് ആശയവിനിമയത്തിന്റെ മനസ്സിലാക്കൽ. എന്നിട്ട് ആ കോളിൽ തന്നെ അടുത്ത സംഭവം ഉണ്ടായത്, ഇദ്ദേഹം പിന്നെ ആര് പുസ്തകം ചോദിച്ചാലും കാറ്റലോഗൊക്കെ നോക്കി, ലൈബ്രറിയൊക്കെ നോക്കി, മയിൽപീലി ആണെങ്കിലും ശരി, എന്ത് പീലി പറഞ്ഞാലും ശരി, അദ്ദേഹം അതൊക്കെ റെഫർ ചെയ്ത് കൊടുക്കും. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞ സമയത്ത് ഒരാള് വരുന്നു, പിന്നെ നമ്മുടെ ലൈബ്രറിയിലേക്ക്. കട്ടപ്പാര ഉണ്ടോ എന്ന് ചോദിച്ചാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ അദ്ദേഹം നേരത്തെ അനുഭവം ഉണ്ടല്ലോ, മയിൽപീലിയുടെ അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ കാറ്റലോഗൊക്കെ ഒന്ന് നോക്കട്ടെ, അലമാര നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം തപ്പാൻ തുടങ്ങി. അലമാരയും കാറ്റലോഗും ഒക്കെ തപ്പി ഒരു മണിക്കൂറായിട്ടും അദ്ദേഹത്തിന് കട്ടപ്പാര കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് വന്ന ആൾക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ കട്ടപ്പാര എടുക്കാൻ വേണ്ടി നിങ്ങൾ അരമണിക്കൂർ എടുത്തിരിക്കുകയാണോ എന്ന് പറഞ്ഞ്, സത്യത്തിൽ അവിടെ സംഭവിച്ചത് അവിടെ ഒരു കട്ടപ്പാര തന്നെ ഉണ്ടായിരുന്നു. അത് പുസ്തകമായിരുന്നില്ല. NSS പ്രോഗ്രാം ഓഫീസർ ആ റൂമിൽ ഒരു കട്ടപ്പാര കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കട്ടപ്പാര അന്വേഷിച്ചിട്ടാണ് കുട്ടികൾ വന്നത്. അപ്പൊ അദ്ദേഹം കട്ടപ്പാര എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ആദ്യം നേരത്തെ അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് അദ്ദേഹം നോക്കിയത് കാറ്റലോഗിലേക്കും അലമാരിയിലേക്കുമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആശയവിനിമയത്തിൽ വിവരം
മനസ്സിലാക്കൽ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. വിവരവും മനസ്സിലാക്കലും കറക്റ്റ് നടന്നിട്ടില്ലെങ്കിൽ ആശയവിനിമയത്തിൽ ഏറ്റവും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളുമാണ്, തെറ്റിദ്ധാരണകളാണ് ഉണ്ടാവുക. തെറ്റിദ്ധാരണകൾ പലപ്പോഴും അപകടവുമാണ്. തെറ്റിദ്ധാരണകളാണ് ഏറ്റവും വലിയ അപകടം. കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം തെറ്റിദ്ധാരണകളാണ്. അപ്പൊ അതുകൊണ്ട് തെറ്റിദ്ധാരണ കൂടാതെ ശരിയായ ധാരണയോടുകൂടി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. എന്താണ് കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം? എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ആരും പിന്നെ മൊട്ടന്നടിക്കണ്ട. ശബ്ദം കേൾക്കുന്നില്ലേ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ലേ? കട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ കട്ട് വരാതിരിക്കാൻ വേണ്ടി 3Gയിലേക്ക് മാറിയിട്ടുണ്ട്. കട്ടൊന്നുമില്ല എന്ന് കരുതുന്നു. എന്താണ് നിങ്ങളിന്ന് കേൾക്കുന്ന മാതിരി ഇരിക്കാത്തത്? ടഫായി പോകുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു കഥ പറഞ്ഞു ഞാനിപ്പോ. കഥ ടഫായി പോയോ? ഇല്ലല്ലോ. കഥയുടെ ഉദ്ദേശം ഇതാണ്. കട്ടപ്പാര എന്ന് ചോദിച്ചാൽ കാറ്റലോഗ് നോക്കേണ്ട കാര്യമില്ല, അത് ചിന്തിച്ചാൽ മതി. പക്ഷെ അദ്ദേഹം ആദ്യത്തെ അനുഭവങ്ങളിൽ നിന്ന്, നേരത്തെ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ പേടിയും അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്തരത്തിലൊരു ധാരണകളൊക്കെ വന്നത്. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സവും കൂടിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. മുൻ ധാരണകൾ. നമ്മൾ കണ്ണുകൊണ്ടല്ല കാണുന്നത്, നമ്മൾ മനസ്സുകൊണ്ടാണ് കാണുന്നത്, നമ്മൾ മനസ്സുകൊണ്ടാണ് കേൾക്കുന്നത്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതാണ് കുറെ കൂടി കേൾക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മുടേതായ ഒരു കാഴ്ചപ്പാട്, നമ്മുടേതായ ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്നത്. നമ്മുടെ ഒരു മനോഭാവം എപ്പോഴും കേൾക്കുന്നിടത്തും പറയുന്നിടത്തും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഏറ്റവും നല്ലത്. അതിലാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്കറിയാലോ, നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ സ്കൂളിൽ നമ്മുടെ കൂടെ പഠിച്ച് നമ്മൾ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത നമ്മുടെ ബാല്യകാല സുഹൃത്ത് അല്ലെ, ബാല്യകാല സുഹൃത്ത്, അദ്ദേഹത്തിനോടുള്ള അടുപ്പം നമുക്ക് ഒരിക്കലും ഫേസ്ബുക്കിലെ സുഹൃത്തിന്റെ അതിന് കിട്ടൂല. ഫേസ്ബുക്കിലൂടെ നമ്മൾ പരിചയപ്പെടുത്തപ്പെട്ട ഒരാളും ബാല്യകാല സുഹൃത്തും തമ്മിലുള്ള ഒരു വലിയ അന്തരമുണ്ട്. കാരണം എന്താ? അതൊന്ന് നേർക്ക് നേർക്കാണ്. നേരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കണ്ണും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും, മനസ്സും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും, പലതും ഉണ്ടാവും. അതാണ് കൂടുതൽ അടുപ്പമുള്ളത്. അത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും നല്ല സൗഹൃദങ്ങൾ, ഏറ്റവും നല്ല ബന്ധങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോഴുണ്ടാകുന്ന ബന്ധങ്ങളാണ്. നമ്മളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ഞാൻ കാണാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങളും അത് ശ്രമിക്കണം. നമ്മളിപ്പോ ശബ്ദം കൊണ്ട് മാത്രമേ പരിചയമുള്ളൂ. കാണാൻ ശ്രമിക്കണം. അവസരം കിട്ടുമ്പോഴൊക്കെ ഈ KMIC ക്ലാസ് റൂമിലെ മുഴുവൻ ആദർശ പ്രവർത്തകരും കാണാൻ വേണ്ടി ശ്രമിക്കണമെന്ന് കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയും വേണം. കമ്മ്യൂണിക്കേഷൻ നമുക്ക് മെച്ചപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ? കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിന് ഒരു ഫോർമുല ഞാൻ ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു തരാം. നമ്മുടെ ആശയവിനിമയം മെച്ചപ്പെടുത്താനുള്ള ഒരു മാജിക്കൽ ഫോർമുല അല്ലേ? കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനുള്ള ഒരു മാജിക്കൽ ഫോർമുല, ഒരു മാജിക്കാണ് കേട്ടോ. ഒരു വലിയൊരു മാജിക് അടങ്ങിയ ഒരു ഫോർമുലയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. അത് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം മെച്ചപ്പെടാൻ വേണ്ടിയുള്ള ഒരു ഫോർമുല പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോ അങ്ങനെ ഒരു ഫോർമുല പറയുമ്പോൾ ചിലപ്പോൾ ക്യാം വേണ്ടി വരും. അപ്പൊ ഞാൻ ക്യാം ഒന്ന് ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ, ആ സാധനം ഒന്ന് വിവരിക്കാൻ വേണ്ടി. ആ ഫോർമുലയുടെ പേര് സോഫ്റ്റൻ ഫോർമുല എന്നാണ്. സോഫ്റ്റൻ ഫോർമുല SOFTEN. സോഫ്റ്റൻ എന്നാണ് പറയേണ്ടത്. സോഫൻ എന്നും പറയാം. ഈ ഫോർമുല അപ്ലൈ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ആശയവിനിമയം ചെയ്യുമ്പോൾ സോഫ്റ്റൻ ആവണം. മൃദുത്വം എന്നൊക്കെയാണ് ഇതിന്റെ ഒന്നായിട്ടുള്ള അർത്ഥം. വളരെ സോഫ്റ്റായ അല്ലെ, വളരെ സോഫ്റ്റായ ഒരാൾ. ഒരു എന്നും കൂടി ലാസ്റ്റ് ഉണ്ട്, ഒരു എന്നും കൂടി ലാസ്റ്റ് വരും. അതാണ് ഇവിടുത്തെ പ്രശ്നം. SOFTEN. ഇത് ഉപയോഗിച്ച് ഇങ്ങനെ കുറെ ഒരാളെ കാണുന്ന സമയത്ത് സോഫ്റ്റൻ, ഭാര്യയെ കാണുമ്പോൾ സോഫ്റ്റൻ, നാട്ടുകാരെ കാണുമ്പോൾ സോഫ്റ്റൻ എന്ന് ചെല്ലിയത് കൊണ്ട് ഒന്നും നടക്കൂല. ഇത് ചെല്ലുകയല്ല വേണ്ടത്. സോഫ്റ്റൻ എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ സോഫ്റ്റ് ആവണം. കമ്മ്യൂണിക്കേഷനിൽ നല്ല സോഫ്റ്റ് ആവണം, നാലേ കമ്മ്യൂണിക്കേഷൻ ശരിക്കും നടക്കുള്ളൂ. അതൊരു വസ്തുത. പക്ഷെ എന്താണ് ഈ സോഫ്റ്റൻ എന്ന ഫോർമുലയിൽ അടങ്ങിയിരിക്കുന്നത്?
എന്താണ് ഈ സോഫ്റ്റ് എന്ന ഫോർമുലയിൽ അടങ്ങിയിരിക്കുന്നത്? സോഫ്റ്റ് ഫോർമുലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശരിക്ക് ശ്രദ്ധിക്കണം. ഒന്ന് സ്മൈലിംഗ്. സ്മൈലിംഗ് കേട്ടോ, സ്മൈലിംഗ്, പുഞ്ചിരിക്കണം. സംസാരിക്കുമ്പോൾ, സലാം പറയുമ്പോൾ, ആളെ കാണുമ്പോൾ പുഞ്ചിരിക്കണം. സ്മൈലിംഗ്, യെസ്. അല്ലേ? പുഞ്ചിരി എന്ന് പറയുന്നതാണെങ്കിൽ ഇത് കമ്മ്യൂണിക്കേഷനിൽ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു സംഗതിയാണ്. ആശയവിനിമയത്തിൽ നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെന്നു, ഒരു എംബസിയിലേക്ക്, ഇന്ത്യൻ എംബസിയിലൊന്നും ചിലപ്പം പുഞ്ചിരി കാണാൻ സാധിക്കൂല, എയർ ഇന്ത്യയിലൊന്നും പ്രത്യേകിച്ച് പുഞ്ചിരി കാണാനേ സാധിക്കില്ല. അഥവാ ഒരു പുഞ്ചിരി കണ്ടാൽ, അല്ലെ, ഒരു പുഞ്ചിരി കണ്ടാൽ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം എന്തായിരിക്കും? അല്ലേ? ഒരു പുഞ്ചിരി കണ്ടാൽ നമുക്കൊരു ഡോക്ടറെ അടുത്ത് പോയാൽ ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചാൽ എന്തൊരു ആശ്വാസമാണ് നമ്മുടെ മനസ്സിലേക്ക് നിൽക്കുന്നത്. അതെ, അത് വലിയ സദക്കയാണ്. പുഞ്ചിരി സദക്കയാണ്, വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സദക്ക അത് ചില ആൾക്കാരൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പുഞ്ചിരിക്കാനൊരു മടി, അല്ലെ, അതങ്ങോട്ട് വിടരൂല. പിടിച്ചു വെച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവർക്ക് നല്ല നിലക്ക് ആശയവിനിമയം ചെയ്യാൻ സാധിക്കില്ല. ആശയവിനിമയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തബസ്സും. യെസ്, അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ടത് പുഞ്ചിരി തന്നെയാണ്. പുഞ്ചിരി വേണം. പുഞ്ചിരി കൂടാതെ ആശയവിനിമയത്തിന് ഒരു അർത്ഥമുണ്ടാവില്ല. പുഞ്ചിരി എന്ന് പറയുന്നത് ആശയവിനിമയത്തിന്റെ ഉപ്പാണ്. ദ സാൾട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിന്റെ ഉപ്പ്. അല്ലെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ നല്ല ബിരിയാണി വെച്ചു, ഉപ്പില്ലെങ്കിൽ എന്താ സ്ഥിതി? അതേമാതിരിയുള്ള ഒരു ഉപ്പാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. ആശയവിനിമയത്തിൽ പുഞ്ചിരി വേണം. അദ്ദേഹം ചില ആൾക്കാർ പറയേണ്ടത് അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. അദ്ദേഹത്തിന് ഇതിനൊരു പേഴ്സണാലിറ്റി. അല്ലെ? അപ്പൊ പുഞ്ചിരി എന്ന് പറയുന്നത് വളരെ ആവശ്യമായ ഒരു ഘടകമാണ്. എന്തിന്? പുഞ്ചിരിക്ക് മുഞ്ചേക്ക്. അത് മനസ്സിലായില്ല. ഷാൻ KPSന്റെ ടൈപ്പ് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ പുഞ്ചിരി എന്ന് പറയുന്നത് സംസാരത്തിന്റെ ഉപ്പാണ്. ഭക്ഷണത്തിലെ ഉപ്പ് പോലെയാണ് ആശയവിനിമയത്തിൽ പുഞ്ചിരി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു സ്മൈലിംഗ്. പുഞ്ചിരി എന്ന് പറയുന്നത് സത്യത്തിൽ മുഖത്തെ ഏതാണ്ട് ഒരു 15-16 മസിലുകൾ മാത്രം മതി പുഞ്ചിരിക്കാൻ. മുഖത്തെ 16 പേശികൾ മാത്രം മതി നമുക്ക് പുഞ്ചിരിക്കാൻ. അതേസമയം പുഞ്ചിരി പിടിച്ചു നിർത്താൻ 40-ലധികം മസിൽ വേണമെന്നാണ്. 40-ലധികം മസിൽ വേണം പുഞ്ചിരി ഒന്ന് പിടിച്ചു നിർത്താൻ. എന്നാലും ചില ആൾക്കാർക്ക് പുഞ്ചിരി പിടിച്ചു നിർത്താനാണ് ആഗ്രഹം. ഒരിക്കലും പിടിച്ചു നിർത്താൻ പാടില്ല. പുഞ്ചിരി എന്ന് പറയുന്നത് അത് വേണ്ടവർക്കൊക്കെ കൊടുക്കണം. വേണ്ടപ്പെട്ടവർക്കൊക്കെ ധാരാളമായി കൊടുക്കേണ്ടതാണ് പുഞ്ചിരി. ഉമ്മമാർക്ക് ധാരാളം പുഞ്ചിരി കൊടുക്കണം. ഉമ്മയോട് പുഞ്ചിരിക്കണം, ഉപ്പയോട് പുഞ്ചിരിക്കണം. അല്ലേ? നാട്ടുകാരോട് മാത്രം ചിരിച്ചാലൊന്നും പോരാ, വീട്ടിലും കുറെയൊക്കെ പുഞ്ചിരിക്കേണ്ടത് ആവശ്യമാണ്. പുഞ്ചിരി എന്ന് പറയുന്നത് ആശയവിനിമയത്തിന്റെ ഉപ്പാണ്. പുഞ്ചിരി വഞ്ചനയൊന്നാവരുത്. സത്യസന്ധമായ ആത്മാർത്ഥമായ പുഞ്ചിരി ആയിരിക്കണം. കേട്ടോ? അതുകൊണ്ട് അതൊന്നും നഷ്ടപ്പെടാനില്ല. ഒരുപാട് കാര്യങ്ങളെ നേരെയാക്കുന്ന ഒരു ചെറിയ വളവാണ് പുഞ്ചിരി എന്ന് പറയാറുണ്ട്. എ സ്മോൾ കർവ് ദാറ്റ് മേക്ക് എ ലോട്ട് ഓഫ് തിങ്സ് സ്ട്രെയിറ്റ് എന്നാണ് പുഞ്ചിരിയുടെ ഒരു ഡെഫിനിഷൻ. ഒരു ചെറിയ വളവാണ്, ഒരുപാട് കാര്യങ്ങളെ നേർക്കാക്കുന്ന ഒരു ചെറിയ വളവാണ് പുഞ്ചിരി എന്നാണ് പറയുന്നത്. അപ്പോ എസിന്റെ എക്സ്പാൻഷൻ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് O ആണ്. O എന്ന് പറഞ്ഞാൽ എന്താ? SOFTEN എന്നാണ് നമ്മുടെ ഫോർമുല. SOFTEN, സോഫ്റ്റൻ എന്നൊക്കെ രണ്ടും പറയാം. T സൈലന്റ് ആണ് അങ്ങനെ പറയുമ്പോ. അടുത്തത് നമ്മുടെ O ആണ്. O എന്താ? O എന്തല്ല? O എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആവുക. ഓപ്പൺ. ആശയവിനിമയത്തിൽ ഒരു തുറന്ന സമീപനം നമുക്ക് വേണം. ഓപ്പൺ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ. ഞാനിവിടെ ക്ലോസ്ഡ് കാണിച്ചു തരാം. ക്ലോസ്ഡ് കാണും. ഇങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ മാറി ഇങ്ങനെ അങ്ങോട്ട് നമ്മളെ കസി ചേർന്നിലൊക്കെ ഇങ്ങനെ ഇങ്ങോട്ടിരിക്കുക. ഇങ്ങോട്ട് ദൂരത്തോട്ടിരിക്കുക. അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ദൂരെ. അത് ക്ലോസ്ഡ് ആണ്. നമ്മൾ കൈ ഇങ്ങനെ ക്രോസ് കെട്ടുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി ചില ആൾക്കാരുണ്ടല്ലോ കൈ കെട്ടുന്ന മാതിരി. ചില ആൾക്കാർക്ക് കൈ കെട്ടാൻ അറിഞ്ഞൂടാ. അവർ കെട്ടുന്ന മാതിരി ഇതൊരു ക്ലോസ്ഡ് ആണ്. ഒരാളോട് ആശയവിനിമയം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കെട്ടാൻ പാടില്ല. ബാക്കിൽ കെട്ടുന്നതും ശരിയല്ല. അല്ലെ? ക്യാമറയിൽ കാണുന്നത് ബാക്കിൽ കെട്ടുന്നത് ശരിയല്ല. ബാക്കിൽ കെട്ടി സംസാരിച്ചാൽ എന്താവും? ആശയവിനിമയം ശരിയാവില്ല. അല്ലേ? ബാക്കോട്ട് കൈ കെട്ടി അങ്ങനെ കൈ പാന്റിന്റെ പോക്കറ്റിൽ. ചില ആൾക്കാർ ഇങ്ങനെ പാന്റിന്റെ പോക്കറ്റിലാ കൈ. പാന്റിന്റെ പോക്കറ്റിൽ കൈ വെച്ചുകൊണ്ട് സംസാരിച്ചാൽ അതൊക്കെ ക്ലോസ്ഡ് ആണ്. അതൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പൊ ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ വെക്കാൻ പാടില്ല. സംസാരിക്കുന്ന സമയത്ത് കൈയൊക്കെ പുറമെ വേണം. കൈയൊക്കെ സംസാരത്തിൽ പങ്കെടുക്കണം.
കൈ സംസാരത്തിൽ പങ്കെടുക്കണം. ആ സംസാരത്തിനാണ് കൂടുതൽ ഗാംഭീര്യമുണ്ടാകുന്നത്, ആ സംസാരത്തിനാണ് കൂടുതൽ ജീവനുണ്ടാകുന്നത്. ശരീരഭാഷയിലൂടെയാണ്. ശരീരഭാഷ ഒരു ആശയവിനിമയം നടത്തുന്ന സമയത്ത് നമ്മുടെ വാക്ക് എപ്പോഴും അദ്ദേഹത്തിന്റെ കോൺഷ്യസ് മൈൻഡിലേക്ക് മാത്രമേ എത്തുള്ളൂ. വാക്കുകൾ കോൺഷ്യസ് മൈൻഡിലേക്ക് മാത്രമേ എത്തുള്ളൂ. കേട്ടാ, വാക്കുകൾ കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തും. പക്ഷെ ശരീരഭാഷ എത്തുന്നത് അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ്. അപ്പൊ ശരീരഭാഷക്ക് വളരെ പ്രാധാന്യമുണ്ട്. ശരീരഭാഷ അങ്ങനെ അടഞ്ഞുകൊണ്ടിരുന്നാൽ, പൂട്ടിവെച്ചാൽ, ക്ലോസ്ഡ് ആയാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇല്ലാതെയാകും. ഭാര്യയോട് സംസാരിക്കുമ്പോഴും, നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ, ഓഫീസിൽ സംസാരിക്കുമ്പോൾ, കുട്ടിയോട് സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഓപ്പൺ ആവേണ്ടതുണ്ട്. നമ്മൾ ഓപ്പൺ ആവേണ്ടതുണ്ട് കേട്ടാ. കൈ പിന്നിലേക്കും പോക്കറ്റിലേക്കും ഒന്നും ഇടാറില്ല, അതൊന്നും വേണ്ട. അതിട്ടാൽ ആ സമയത്ത് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ക്യാം കാണില്ലേ? കട്ടായോ? കുറച്ചൊക്കെ കാണുള്ളൂ, ചെറിയ ക്യാം, അത്ര ഹൈടെക് ക്യാമൊന്നുമല്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഓപ്പൺ ആയിരിക്കണം. രണ്ടാമത്തെ സംഗതി ഓപ്പൺ ആവുക എന്ന് പറയുന്നതാണ്. ഓപ്പൺ, തുറന്ന സമീപനവും വേണം. വളച്ചു കെട്ടൊന്നും പറയാൻ പാടില്ല. വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയുന്നതാണ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും നല്ലത്. പണ്ടൊരിക്കല് രണ്ടാൾക്കാർ കൂടി ഒരു സ്ഥലത്ത് കിടന്നുറങ്ങി. ഒരു ടെന്റിലാണ് കിടന്നുറങ്ങിയത്. എന്നിട്ട് അവർ നേരം വെളുത്തതിന് ശേഷം പറയാണ്, ഒരാൾ പറയാ, മേലോട്ട് നോക്കുമ്പോ അതിസുന്ദരമായ നീലാകാശം അങ്ങനെ മേലെ, അതിന്റെ മേലെ വളരെ മനോഹരമായ ആകാശം അങ്ങനെ ഒഴുകിപ്പാറിപ്പാറി നടക്കുന്നു. അപ്പൊ മറ്റേ ചങ്ങായി ചോദിച്ചു, എടാ ചങ്ങായി, നമ്മൾ കിടന്നുറങ്ങിയ ടെന്റ് കള്ളം കൊണ്ടുപോയി പറഞ്ഞാൽ പോരെ, ഇങ്ങനെ വർണ്ണിച്ച് സംഗതി സ്വയിപ്പാക്കണം ചോദിച്ചു. അല്ലെ, സാധാരണ ഇവരെന്താ വെച്ചാൽ ഒരു ടെന്റിൽ കിടന്നുറങ്ങിയതാ. നേരം വെളുത്ത് നോക്കുന്ന സമയത്ത് ടെന്റ് കാണാനില്ല. അപ്പൊ ടെന്റ് കള്ളം കൊണ്ടുപോയി പറഞ്ഞാൽ മതി, ഇങ്ങനെ വിവരിച്ച് വിവരിച്ച് സ്വയിപ്പാവണ്ട എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതെ, മൈൻഡ് ഒരു പാരച്യൂട്ടാണ്. Okay. Mind and human mind and parachute are somewhat similar. That works only when it open. Yes, good. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് ക്യാമൊക്കെ ക്ലിയർ അല്ലേ? അപ്പൊ ഓപ്പൺ ആവുക എന്നതാണ്. അപ്പൊ മൈൻഡ് പാരച്യൂട്ട് മാതിരി തന്നെയാണ്, തുറക്കണം. അല്ലേ? ക്യാം തീരെ കിട്ടുന്നില്ല, എന്ന് ഞാൻ ക്യാം ഓഫ് ആക്കാം. ക്യാം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഓഫ് ആയിക്കളയാം, പോട്ടെ, ക്യാം വേണ്ട. ഓക്കെ, കിട്ടുന്നവരും കിട്ടാത്തവരൊക്കെ ഉണ്ടാക്കുക നിങ്ങളുടെ നെറ്റിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പൊ പോയി, അത് പോക്കിയതാണ്. ക്യാം കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ പോക്കിയതാ. ഒന്നുകൂടി വെച്ച് നോക്കാം, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം ക്യാം മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഓപ്പൺ ആവുക എന്ന് പറഞ്ഞാൽ അത് തുറന്ന സംഭാഷണങ്ങൾ വേണം, വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയണം, എളുപ്പത്തിൽ ദഹിക്കുന്ന രീതിയിൽ പറയണം. എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ പറയണം. ഇങ്ങനെ വളച്ചു കെട്ടി ഇങ്ങനെ മൂക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. മൂക്ക് തൊടങ്ങി നേരിട്ട് തൊട്ടാൽ മതി. അതേമാതിരി സംഭാഷണത്തിലും അങ്ങനെ തന്നെ നേരിട്ട് പറയാം, വളച്ചുകെട്ടലില്ലാതെ കാര്യങ്ങൾ പറയുക. അതാണ് ഓപ്പൺ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. അടുത്തതെന്താ? എഫ് അല്ലേ? SOF. എഫ് അല്ലേ അടുത്ത അക്ഷരം? അല്ലേ? മറ്റത് വിട്ടുപോകുന്നുണ്ട്, അക്ഷരങ്ങൾ വിട്ടുപോകുന്നുണ്ട്. അടുത്ത അക്ഷരം എഫ് അല്ലേ? എഫ്. യെസ്, എക്സാക്ട്ലി എഫ്. എഫ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ലീനിങ്. നമ്മൾ ഒരാളുടെ ആശയവിനിമയം ചെയ്യുന്ന സമയത്ത്, ഞാനിപ്പോ നിങ്ങളോട് ആശയവിനിമയം ചെയ്യുന്നത് ലാപ്ടോപ്പിന്റെ മുന്നോട്ട് വരിക, അതാണ് ഫോർവേഡ് ലീനിങ് എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തിയോട് ആശയവിനിമയം ചെയ്യുമ്പോൾ അദ്ദേഹത്തിലേക്ക് ഒരു ആഞ്ഞു നിൽക്കുക, അദ്ദേഹത്തിലേക്കൊന്ന് അടുത്ത് നിൽക്കുക, അദ്ദേഹത്തിനോടൊന്ന് ക്ലോസ് ആവുക. ഫോർവേഡ് ലീനിങ്, മുന്നോട്ട് ആയുക, അതാണ് എഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുന്നോട്ട് ആയണം, എല്ലാവരും ഇങ്ങനെ ദൂരോട്ട് ഇങ്ങനെ പോകല്ലേ വിട്ട് അദ്ദേഹത്തിനോട് അങ്ങോട്ട് അടുത്തടുത്ത് വരിക. അതൊക്കെ ഞങ്ങൾ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന നേക്കും കൂടിയാണ് കേട്ടോ. കൗൺസിലിങ്ങിലൊക്കെ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ടിക്കൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആൾക്കാർ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പറയാം. സൈക്കോളജിക്കൽ ടിപ്പും കൂടിയാണത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഫോർവേഡ് ലീനിങ് ആവശ്യമാണ്. മുന്നോട്ടായണം, അദ്ദേഹത്തിന് നല്ല പരിഗണന കൊടുക്കണം. മുന്നോട്ടാഞ്ഞ് അദ്ദേഹത്തിന് നല്ല പരിഗണന കൊടുക്കണം, അതാണ് ഫോർവേഡ് ലീനിങ്. പിന്നെ അടുത്തെന്താ? ടി ആണ് അടുത്ത്. SOF T അല്ലെ? ടി. മൈക്ക് കേട്ടോ? കേട്ടുന്നില്ലല്ലോ. പരിഗണിച്ചൊന്ന് തോന്നണം. ഓക്കെ. അപ്പൊ ടി എന്ന് പറഞ്ഞാൽ ടച്ചിങ്. ടച്ച് ചെയ്യണം. എല്ലാരെയും പോയി ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്യേണ്ടവരെ ടച്ച് ചെയ്യണം. എല്ലാവരും പോയി ടച്ച് ചെയ്ത് പ്രശ്നമാക്കരുത്. കമ്മ്യൂണിക്കേഷനിൽ മൊത്തം ടച്ച് വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി കൊടുക്കരുത്. അപ്പോ ടച്ച് വേണം.
ടച്ച് വേണം ചിലപ്പോ ടച്ച് ഉണ്ടായാൽ കമ്മ്യൂണിക്കേഷന് ഭാര്യനെയൊക്കെ ചിലർക്ക് ടച്ച് ചെയ്യാൻ പേടിയാണ്. കല്യാണം കഴിച്ച നിക്കാഹ് ചെയ്ത ഭാര്യനെ ടച്ച് ചെയ്യാൻ പേടി. അല്ലെ? ഈ ചില ആൾക്കാരുണ്ട് പ്രേമിക്കുന്ന സമയത്ത് ടച്ച് ചെയ്യാൻ ഭയങ്കര പൂതിയാണ്. പ്രേമിച്ച് കല്യാണം കഴിച്ച് നോക്കുമ്പോൾ പിന്നെ ടച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ എന്തോ ഒരു അലോസരം, പിന്നെ ടച്ച് ചെയ്യാൻ മടിയും. ആദ്യം ടച്ചൊക്കെ കഴിഞ്ഞു പോയിന് നമുക്കതൊന്നല്ല വേണ്ടത്. നമുക്ക് നിക്കാഹിന് ശേഷമാണ് ടച്ച് തുടങ്ങേണ്ടത്. അത് മരിക്കുന്നത് വരെ തുടരുകയും ചെയ്യണം കേട്ടോ. മുന്നേ ടച്ച് ചെയ്യുന്നൊക്കെ അപകടമാണ്. അത് പിന്നെ ടച്ച് ചെയ്യാനുള്ള ആ അനുഭൂതിയും ആ ടച്ച് ചെയ്യാനുള്ള ആ സംഗതിയൊക്കെ കുറച്ചുകളെയാ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഒന്നും ടച്ച് ചെയ്യണ്ട. ടച്ച് ചെയ്യാൻ ആയതിനു ശേഷം, നിക്കാഹ് കഴിഞ്ഞ ശേഷം ടച്ചൊക്കെ ചെയ്തോളൂ. പബ്ലിക്കായിട്ട് വേണ്ടതാണ്. പബ്ലിക്കായിട്ട് വേണമെന്നില്ല. പബ്ലിക്കായിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ ടച്ച് ചെയ്യാം, നമ്മുടെ ഉസ്താദുമാരെ ടച്ച് ചെയ്യാം. ആ ടച്ചിങ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ്. കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനുള്ള നല്ലൊരു വഴി തന്നെയാണ് ഇത് ടച്ചിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അക്ഷരത ഈ നിങ്ങളൊരു ഉദാഹരണം പറയൂ. ഈ വിഷയം തന്നെയാണ് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ വിഷയം. കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടല്ല അടുത്ത വിഷയത്തിലേക്ക് പോകേണ്ടത്. സോഫ്റ്റ് സ്കില്ലിലെ കുറെ വിഷയങ്ങളാണ്. ഈ എന്ന് പറഞ്ഞാൽ എന്താ? ഈ എന്ന് പറഞ്ഞാൽ ഐ കോണ്ടാക്ട് വേണം. ആശയവിനിമയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഐ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ആശയവിനിമയത്തിന് ഒരു ഗാംഭീര്യം വരും, ഒരു ജീവനുണ്ടാവും. അല്ലെ? ഒരു ജീവനുണ്ടാവും. കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നത് നല്ല ഒരു പരിപാടിയാണ്. ലാസ്റ്റ് എൻ ആണ്. നോഡിങ് എന്ന് പറഞ്ഞാൽ തലയാട്ടുക. കേട്ടിട്ടുണ്ട്, മനസ്സിലായി? ഓക്കെ. നമ്മുടെ തലയൊക്കെ ഒന്ന് ചലിക്കണം. നമ്മളിങ്ങനെ ഒരു യന്ത്രം പോലെ നിൽക്കുന്നതല്ല ആശയവിനിമയം. തലയാട്ടണം. അതാണ് നോഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പൊ സോഫ്റ്റൻ കിട്ടിയില്ലേ? സോഫ്റ്റൻ എല്ലാവർക്കും കിട്ടിയോ? ഇതെന്തരെ പറയാത്തൊരു സംഗതി തന്നെയാണ് സോഫ്റ്റൻ ഫോർമുല ഇൻ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലയാണ് സ്മൈലിംഗ്, ഓപ്പൺ, ഫോർവേഡ് ലീനിങ്, ടച്ചിങ്, ഐ കോണ്ടാക്ട്, നോഡിങ്. അതാണ് സോഫ്റ്റൻ ഫോർമുല. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ അക്രോണിം ഉണ്ടാക്കി നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. ഈ കമ്മ്യൂണിക്കേഷനിലെ ഈ 5 സാധനങ്ങൾ ശ്രദ്ധിച്ചോളണം. 5 സാധനങ്ങൾ ശ്രദ്ധിച്ചോളണം. എന്നാലേ നോഡിങ് എന്ന് പറഞ്ഞാൽ തലയാട്ടുക ഒന്ന് കേട്ടും ധരിക്കുക. യെസ്, നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് ഇങ്ങനെ തലയാട്ടല്ലേ? നിന്റെ ക്യാമറയ്ക്ക് നോക്കൂ സുഹൃത്തെ. തല ഇങ്ങനെ ആട്ടല്ലേ? അതെ, ഇവിടെ അടിച്ചു. ആയിക്കോട്ടെ. നോഡിങ് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കുക, കേട്ട് എന്ന് മറ്റുള്ളവനെ ധരിപ്പിക്കുക. ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നതാണ് നോഡിങ്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ അത് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താനുള്ള കമ്മ്യൂണിക്കേഷൻ അടിച്ചു നോക്കൂ. അല്ലേ? നമ്മൾ പൂവ് വിടും പോലെ തന്നെ, എക്സാക്ട്ലി പൂവ് വിടുന്നത് പോലെ തന്നെയാണ് നിങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതിനൊരു തെളിവാണ്. ഇപ്പൊ ആരും കുറച്ചു നേരം പൂവ് വിടണ്ട. ആണ് ആ സോഫ്റ്റ് ആൻഡ് ഫോർമുല എല്ലാവരും ഒന്ന് പഠിച്ചോട്ടെ. ഫോർവേഡ് ലീനിങ്, അതെ, ടച്ചിങ്, ഐ കോണ്ടാക്ട്, നോഡിങ് എല്ലാവരും ഒന്ന് പഠിച്ചോട്ടെ. ഓക്കെ, അപ്പൊ അവിടെ കിടക്കട്ടെ. കുറച്ചൊന്ന് പൂവ് കുറച്ചാൽ എല്ലാവർക്കും ഒന്ന് കാണാൻ സാധിക്കും. ഓക്കെ, പഠിച്ചല്ലോ. ഓക്കെ, അങ്ങനെ 5 എണ്ണം ഒന്നുകൂടി പറയാം. ഓക്കെ, ഒന്നുകൂടി പറയാം. സ്മൈലിംഗ്, പുഞ്ചിരിക്കുക. സോഫ്റ്റൻ എന്ന് പറഞ്ഞാൽ SOFTEN. 5 എണ്ണല്ല 6 എണ്ണം ഉണ്ട് കേട്ടോ. 5 അല്ല 6 ഉള്ളത്. 6 ഉണ്ട്, 5 അല്ല. 5 നല്ല തെറ്റിപ്പോയതാണ്. സ്മൈലിംഗ്, പുഞ്ചിരിക്കുക. ഓപ്പൺ എന്ന് പറഞ്ഞാൽ തുറന്ന സമീപനവും തുറന്ന ശരീരഭാഷയും ഉണ്ടാവുക. എഫ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ലീനിങ്, മുന്നോട്ടായുക. ഞാൻ കാണിച്ചെന്നല്ല അത്. ഫോർവേഡ് ലീനിങ് ക്യാമറയിലേക്ക് നോക്കൂ. അതിനാ ഞാൻ ക്യാം ഓൺ ചെയ്തത്. ഫോർവേഡ് ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ആഞ്ഞിരിക്കുക, മുന്നോട്ടായലാണ്. അദ്ദേഹത്തിന് അടുത്തൊക്കെ ഒന്ന് ആഞ്ഞിരിക്കുക. ബാക്കോട്ട് പോകരുത് കേട്ടോ. ഫോർവേഡ് ലീനിങ് ആണ്. ടി എന്ന് പറഞ്ഞാൽ ടച്ചിങ്. സ്പർശിക്കുക. കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ സ്പർശിക്കണം. സ്പർശിക്കുമ്പോൾ പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞവർക്കൊന്ന് സ്പർശിച്ചാൽ അത് വലിയൊരു സംഗതിയാണ്. അതിനകത്ത് ഒരുപാട് വിപ്ലവം ഉണ്ടാവും. ഒരു ടച്ചിങ്ങിലൂടെ ഒരു പക്ഷേ വലിയ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാവും. ഏത് വിപ്ലവം എന്ന് ഞാൻ പറയുന്നില്ല. ടച്ചിങ് ക്രിയേറ്റ്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കാമോ? ഇൻഷാ അല്ലാഹ് നമ്മുടെ ഡോക്ടർ കേശ്വരി സാഹിബ് DC ആയതാണ്. എല്ലാവരും കാത്തിരിക്കുക. ആരെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇൻവൈറ്റ് ചെയ്താലും. ഡോക്ടർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ക്ലാസ് അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാകും. നമ്മുടെ റേഡിയോ പ്രേക്ഷകർ പെട്ടെന്ന് ശബ്ദം കേൾക്കാതാവുമ്പോൾ പരിഭ്രമിക്കും. അപ്പൊ അഡ്മിൻസൊക്കെ ഒഴിവുള്ളവരാരെങ്കിലൊക്കെ മൈക്കിലേക്ക് വരാൻ ശ്രമിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ കിഷോരി ഡോക്ടർ സാറിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പെട്ടെന്ന് അങ്ങോട്ട് പോയി, എന്താ പറ്റിയെന്നറിയില്ല. വിപ്ലവത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ടച്ചിങ്ങിലൂടെ വിപ്ലവം സാധ്യമാണ് എന്ന് പറഞ്ഞപ്പോ അതൊന്നും ഞാൻ വല്ലാതെ വിശദീകരിക്കുന്നില്ല. എനിക്ക് പണ്ടേ പലതും പറയാറുണ്ട്, നിങ്ങൾ ക്ലാസ് എടുത്തിട്ട് ഞങ്ങളെ നാട്ടിലേക്ക് ടിക്കറ്റ് എടുപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്നും വല്ലാതെ ആ വിപ്ലവം എന്താണെന്നൊന്നും വല്ലാതെ വിശദീകരിക്കുന്നില്ല. ഞാനേതായാലും നാട്ടുകാരനാണ്. അപ്പൊ ഞാനൊരു ക്രൂരത ചെയ്യാൻ പാടില്ലല്ലോ, അല്ലേ? അപ്പൊ അല്ലാതെ പറയണ്ടല്ലോ. ഓക്കെ 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 ഗുഡ്. ഓക്കെ. ഫോണ് DC ആയപ്പോ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സുഹൃത്ത് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് പിന്നെ ഇതാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് DC ആയി പോയതുകൊണ്ടാ. ഓക്കെ, സാരല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കമ്മ്യൂണിക്കേഷന്റെ ഫലപ്രദമാക്കാനുള്ള അല്ലെ, കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമാക്കാനുള്ള വഴികളാണ്. ഇനി ഫലപ്രദമായാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ഫലപ്രദമായാൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ഞാൻ ഒരിക്കല് പിന്നെ ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയി. ഇനി ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയി. പിന്നെ ഒരു ആർട്സ് കോളേജിലാണ്. അവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ഉണ്ടാവും. ഒരു മിക്സഡ് ക്ലാസ് ആണ്. ഞാൻ അവിടെ കൊടുത്ത വിഷയം ക്യാമ്പ് വെക്കുമ്പോഴാണ് ഇത് DC ആവുന്നത്. ക്യാമ്പ് ഉണ്ടാകുമ്പോൾ DC ആവുന്നത്. ഇന്ത്യയിലെ നെറ്റല്ലേ. ഇനി നമ്മുടെ മുജീബ് ഖാൻ എന്ന് കണ്ടിട്ട് ഒരു കൺസൾട്ടേഷൻ നടത്തണം. ക്യാമ്പ് DC ആവാണ്ട് എങ്ങനെ കൊടുക്കാമെന്ന് അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കണം. എന്നാലേ ശരിയാവുള്ളൂ. അപ്പൊ ഞാനൊരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയി. ഞാൻ അവിടെ കൊടുത്ത വിഷയം ലവ് യുവർ സെൽഫ് എന്നായിരുന്നു. അപ്പൊ പിള്ളേരൊക്കെ ഇങ്ങനെ വലിയ ആവേശത്തിൽ നിൽക്കുകയാണ്. അവർക്ക് കൊടുത്ത വിഷയം ലവ് യുവർ സെൽഫ്. അവരാണെങ്കിൽ ഡിഗ്രി അങ്ങനത്തെ ഒക്കെ ലെവലിൽ പഠിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അല്ലേ, ഡിഗ്രിക്ക് പഠിക്കുന്ന ആൾക്കാരാ. ലവ് യുവർ സെൽഫ്. ഇവരെങ്ങനെ ആവേശത്തിൽ നിന്ന് ഇത് നല്ല നമുക്ക് പറ്റിയ വിഷയമാണ്, നമുക്ക് പ്രായത്തിന് പറ്റിയ വിഷയമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ലവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാല് ഈ നിങ്ങൾ വിചാരിച്ച സ്നേഹമൊന്നുമല്ല. ലവ് യുവർ പാഷൻ. ഡിസ്കവർ യുവർ പാഷൻ ആൻഡ് ലവ് യുവർ പാഷൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ അഭിലാഷം കണ്ടുപിടിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുക. ആൻഡ് റീച്ച് യുവർ അംബിഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അഭിലാഷം മനസ്സിലാക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും അതിനെ സ്വന്തം ലക്ഷ്യത്തിനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ലക്ഷ്യത്തിനെ സ്നേഹിക്കണം. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിനെ സ്നേഹിക്കണം. ഞാൻ ദൈവാപ്രവർത്തനം നടത്തുന്നതിനെ സ്നേഹിക്കണം. എന്റെ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ സ്നേഹിക്കണം. അതാണ് ഞാൻ എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പോരാൻ സമയത്ത് കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു പെൺകുട്ടി എന്നോടൊന്ന് പറഞ്ഞു, സാറേ ഇന്നിപ്പോ ഇവിടെ വലിയൊരു സംഗതി നടന്നിട്ടുണ്ട്. 6 പൊട്ടി എന്ന് പറഞ്ഞു. 6 പൊട്ടി. എന്താന്ന് വെച്ചാൽ 6 അഫയർ പൊട്ടി. 6 ലവ് അഫയർ അവിടെ പൊട്ടി എന്നാ പറഞ്ഞത് കേട്ടോ. അപ്പോ മനസ്സിലായില്ലേ, സംഗതി മനസ്സിലായില്ലേ? അപ്പോ യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ, തെറ്റിദ്ധാരണകൾ മാറിയാൽ ഇങ്ങനെ ചില പൊട്ടലുകളൊക്കെ ഉണ്ടാവും. ചില മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പൊട്ടിക്കാൻ നല്ല ആശയവിനിമയത്തിലൂടെ സാധിക്കും. ഞാൻ എൻ്റെ അടുത്ത് പ്രേമത്തിൽപ്പെട്ട ആൾക്കാരെ പ്രേമം പൊട്ടിക്കാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് ഈ പ്രേമം പൊട്ടിക്കുക എന്ന് പറഞ്ഞത്. ഞാൻ ആസ്വദിക്കുന്ന ഒരു സംഗതിയാണ്. അത് കമ്മ്യൂണിക്കേഷന്റെ ഒരു എഫക്റ്റ് ആണത്. നമുക്ക് പൊട്ടിക്കാൻ സാധിക്കും കമ്മ്യൂണിക്കേഷനിലൂടെ. വേണ്ടാത്ത പ്രേമങ്ങളൊക്കെ കാരണം നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സെയിൽസുമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പ്രേമിച്ചിട്ടാണെങ്കിൽ, പെൺകുട്ടി കയറി പ്രേമിച്ചിട്ടാണെങ്കിൽ, അല്ലാഞ്ഞാല് ജാതിയും മതവും പ്രായവും നോക്കാണ്ട് പ്രേമിച്ചിട്ടാണെങ്കിൽ സംഗതി പ്രശ്നമല്ലേ? അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ഒരു എഫക്റ്റ് ആണിത്. എന്ത്
വേണ്ടാത്ത ബന്ധങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ആ ഡ്രൈവർമാര് അവിടെ ഇവിടെയൊക്കെ കയറി പ്രേമിച്ചിക്കുകയാണെങ്കിൽ സംഗതി പ്രശ്നമാണ്. അപ്പൊ അനാവശ്യമായ പ്രണയങ്ങൾ പൊട്ടിക്കേണ്ടിയും വരും. അതൊരു കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമായി ഇവരോട് നന്നായിട്ട് ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് ക്രൂരതയാണെന്നൊക്കെ പറയുന്നത്. ചിലപ്പോ അതൊക്കെ വേണ്ടി തരും, ചിലപ്പോ അതൊക്കെ വേണ്ടി വരും. സ്വന്തം മോൾക്കൊക്കെ ആവുമ്പോ വിവരം അറിയുള്ളൂ കേട്ടോ. സ്വന്തം മോളിൽ വലിയ പ്രതീക്ഷയൊക്കെ വെച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും പ്രണയത്തിൽ പെട്ടു എന്ന് വിവരം കിട്ടുന്നത്. അപ്പൊ പിന്നെ കൗൺസിലിങ്ങിന് പോവല്ലാണ്ട് ഒരു വഴിയും ഉണ്ടാവില്ല കേട്ടോ. ലവ് ഈസ് ബ്ലൈൻഡ്. പിന്നെയാണെങ്കിൽ ഈ സാധനമാണെങ്കിൽ ഉണ്ടല്ലോ, ഈ സാധനമാണെങ്കിൽ ചൈനീസ് പ്രൊഡക്റ്റാണ്. ചൈനീസ് പ്രൊഡക്റ്റാണ് ഈ ലവ് എന്ന് പറയുന്നത്. ക്യാമ്പസിലെ ലവ് ഒക്കെ മിക്കവാറും ചൈനീസ് പ്രൊഡക്റ്റാ. എന്താ ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോ ഗ്യാരണ്ടി നോ വാരണ്ടി. എപ്പോ വേണേലും പൊളിഞ്ഞു പോവാം. ഒരു ഗ്യാരണ്ടിയും ഇല്ല, ഒരു വാരണ്ടിയും ഇല്ല. അത് തന്നെ, യെസ്, എക്സാക്ട്ലി. അപ്പൊ ഈ ചൈനീസ് പ്രൊഡക്റ്റ് ആയ ഈ ലവിലൊക്കെ പെട്ടൊക്കെയാണെങ്കിൽ കുറെയൊക്കെ പൊട്ടിക്കേണ്ടത് ആവശ്യമായി വരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചില കുട്ടിക്ക് ക്യാമ്പസിൽ സ്നേഹിക്കാനേ പറ്റില്ല, ആരെയും സ്നേഹിക്കാൻ കിട്ടുന്നില്ല. അത് അവരുടെ കമ്മ്യൂണിക്കേഷന്റെ സുഹൃത്തുക്കളെ കിട്ടുന്നില്ല. ചിലർക്ക് യാതൊരു സുഹൃത്തും ഉണ്ടാവില്ല, അല്ലെ? സുഹൃത്തുക്കൾ ഇല്ലാതെ ഒരാളിരുന്നാൽ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ പരാജയമാണ്. നമുക്ക് നല്ല സുഹൃത്തുക്കളെ നേടിത്തരുന്നത് നമ്മുടെ ആശയവിനിമയമാണ്. നമുക്ക് നല്ല സുഹൃത്തുക്കളെ നേടിത്തരുന്നത് നല്ല ആശയവിനിമയമാണ്. നല്ല ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നത് നല്ല ആശയവിനിമയങ്ങളാണ്. അല്ലേ? നല്ല ആശയവിനിമയങ്ങളാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങളെ സൃഷ്ടിക്കുന്നതും, അല്ലേ? ബന്ധങ്ങളെ സൃഷ്ടിക്കുന്നതും ബന്ധങ്ങളെ തകർക്കുന്നതും ഒക്കെ ആശയവിനിമയങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ അക്ഷരങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണ്? രക്ഷിതാക്കളുടെ ആശയവിനിമയത്തിലൂടെയാണ് കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നത്. അതിനും ഇത് വേണം, ആശയവിനിമയം വേണം. ആശയവിനിമയം, കുട്ടികളോട് ധാരാളം സംസാരിക്കണം. ചില രക്ഷിതാക്കൾ പറയും, എന്റെ കുട്ടി ഒന്നും പറയുന്നില്ല, എന്റെ കുട്ടി സംസാരിക്കുന്നില്ല, സംസാരത്തിൽ പുറകിലാണ്. അത് ആശയവിനിമയം, രക്ഷിതാക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ പോരായ്മയാവാം ഒരുപക്ഷെ, ചിലപ്പോൾ ചെവിയുടെ തകരാറുമാവാം. ആശയവിനിമയം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അവരുടെ ആശയവിനിമയം, കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുന്നത് ആ വീട്ടിലെ കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ കുട്ടി അവിടെ കാണണം, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമ്പോഴാണ് അവിടെ സ്നേഹമൊക്കെ, വാപ്പക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് കുട്ടിക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ്, അല്ലേ? കുട്ടികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നതും കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. നല്ല ജനറേഷൻ ഗ്യാപ്പ് കുറക്കുന്നു. ജനറേഷൻ ഗ്യാപ്പ് കുറക്കുന്നു. കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് ജനറേഷൻ ഗ്യാപ്പ് കുറയ്ക്കാൻ സാധിക്കും. ഇന്നത്തെ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ഈ അടുത്ത് ഒരു കഥയിൽ ഞാൻ വായിച്ചു, ഒരു മുത്തച്ഛന് കുറെ പ്രായമായതിന്റെ ശേഷം പിന്നെ മുത്തച്ഛൻ കുട്ടിയോട് ചോദിക്കുക, എന്താ മോനെ അത്? മോൻ പറഞ്ഞു, അതൊരു കുരുവിയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും ചോദിച്ചു, മോനെ എന്താണ്? അതൊരു കുരുവിയാണ്. അങ്ങനെ ഒരു 3 വട്ടം ചോദിച്ചപ്പോ മുത്തച്ഛനോട് അങ്ങോട്ട് ചൂടായി. മുത്തച്ഛ, എന്ത് ശല്യമാണ് ഈ മുത്തച്ഛൻ? 3 തവണ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കുരുവിയാണ് എന്ന്, അല്ലേ? അതെ, ആ കുരുവിയാണ് ഞാൻ 3 തവണ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് മുത്തച്ഛൻ ചൂടായി. അപ്പേക്ക് അവന്റെ പിന്നെ അമ്മമ്മ വന്നു, മുത്തശ്ശി വന്നു എന്നോട് പറഞ്ഞു, മോൻ കുട്ടിക്കാലത്ത് ഈ പിന്നെ ചെക്കൻ ചൂടായ സമയത്ത് അമ്മമ്മ ഒന്ന് പറഞ്ഞെടുത്തു, മോൻ കുട്ടിക്കാലത്ത് കുരുവി എന്ന് ഈ മുത്തച്ഛൻ 1000 തവണ പറഞ്ഞിട്ടുണ്ടാവും. മോൻ കുരുവി എന്ന്, കുടുവി എന്നേ പറയല്. മോൻ കുരുവി എന്ന് പറഞ്ഞാൽ കുടുവി എന്നാവുക. അപ്പോ ആ മുത്തച്ഛന്റെ ആശയവിനിമയത്തിലൂടെയാണ്, വളരെ ആത്മാർത്ഥമായ ആശയവിനിമയത്തിലൂടെയാണ് ഈ കുട്ടി കുരുവി എന്ന് പറയാൻ പഠിച്ചത്. കുരുവി എന്ന് പറയാൻ പഠിച്ചത് ആ മുത്തച്ഛന്റെ ആത്മാർത്ഥമായ ആശയവിനിമയത്തിലൂടെയാണ്. അപ്പോ ആശയവിനിമയം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, അല്ലേ? അതെ, ഡയറി എടുത്തുകൊണ്ടുവന്നു. അവിടെ കഥ അവിടെ കേട്ടിട്ടുണ്ട്, അല്ലേ? ഞാൻ കഥ ഒന്ന് മാറ്റി പറഞ്ഞു, ഞാൻ ചെറുതായിട്ട് കഥ ഒന്ന് മാറ്റി. അപ്പൊ അതുകൊണ്ട് കുട്ടികളോട് നന്നായിട്ട് ആശയവിനിമയം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ്. ആശയവിനിമയത്തിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു നേതാവായി നിൽക്കുന്നത് ആശയവിനിമയത്തിലൂടെയാണ്. നേതാവിന്റെ ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു വിശദമായ വിഷയമാണ്. ഞാൻ ചില സംഘടനകൾക്കൊക്കെ അത് ക്ലാസ് എടുക്കാറുണ്ട്. ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് എ ലീഡർ, എങ്ങനെയാണ് ഒരു നേതാവ് ആശയവിനിമയം ചെയ്യേണ്ടത്. സത്യത്തിൽ അതൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ നമ്മുടെ
നമ്മുടെ ഖമറുൽ ഉലമ AP ഉസ്താദാണ്. നേതാവിന്റെ ആശയവിനിമയം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഏതൊക്കെ ലക്ഷണങ്ങളുണ്ടോ ആ മുഴുവൻ ലക്ഷണങ്ങളും നമുക്ക് നേരിൽ കാണിച്ചു തരുന്ന അനുഗ്രഹീതനായ ഒരു നേതാവാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ നേതാവ് ഖമറുൽ ഉലമ AP അബൂബക്കർ മുസ്ലിയാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ് നൽകുമാറാവട്ടെ. ക്ലിയർ പോയോ? അത് അതിൻ്റെ കൂടെ ഒരു അനൗൺസ്മെന്റ് വാഹനം പോകുന്നത് കൊണ്ടാണ്. അനൗൺസ് പോകുന്നത് കൊണ്ടാണ്. തൊട്ട് മുന്നിൽ കൂടെ ഒരു അനൗൺസ്മെന്റ് ആയിട്ട് പോയി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ലീഡറുടെ ആശയവിനിമയത്തിന്റെ പ്രത്യേകതകളുണ്ട്. ലീഡറുടെ ആശയവിനിമയത്തിന് പ്രത്യേകതകളുണ്ട്. ലീഡറുടെ ആശയവിനിമയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നതായിരിക്കണം, ജനങ്ങളിലേക്ക് നന്മ കൊടുക്കുന്നതായിരിക്കണം. ദ പെർസുവേഷൻ ഷുഡ് ബി ദർ. അല്ലേ? നമുക്കൊരു ജോലി കിട്ടാൻ, ഇനി ആശയവിനിമയത്തിന്റെ മറ്റു ഫലങ്ങൾ പറയാം. നമുക്കൊരു ജോലി കിട്ടാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ആശയവിനിമയങ്ങളാണ്. ജോലി കിട്ടാൻ നമ്മളെ സഹായിക്കുന്നത് ആശയവിനിമയങ്ങളാണ്. ജോലിയിൽ നമ്മുടെ ഉയർച്ച തീരുമാനിക്കുന്നതും ആശയവിനിമയങ്ങൾ തന്നെയാണ്. ജോലിയിൽ നമ്മുടെ ഉയർച്ച തീരുമാനിക്കുന്നതും ആശയവിനിമയങ്ങളാണ്. അല്ലേ? പ്രൊമോഷൻ, ജോലിയുടെ നമ്മുടെ പ്രൊമോഷൻ തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ ആശയവിനിമയത്തിലൂടെയാണ്. ജോലി കിട്ടാൻ സഹായിക്കുന്നത് ഇന്റർവ്യൂവിൽ എന്താ സാധിക്കുന്നത്? കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മളെ വിലയിരുത്തുകയാണ്. കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മളെ വിലയിരുത്തുകയാണ്. ഈ ജോലിക്ക് നമ്മൾ പറ്റുമോ എന്ന് നമ്മളെ വിലയിരുത്തി നമുക്ക് മാർക്ക് ഇടുകയാണ്. 10ൽ 5 മാർക്ക്. ചിലപ്പോൾ ഇന്റർവ്യൂവിൽ 10ൽ 5 മാർക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ 10ൽ 7 കിട്ടാം, 10ൽ 8 കിട്ടാം. അതിനനുസരിച്ച് നമുക്ക് വിലയിരുത്തുന്ന നമുക്ക് ജോലി ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കാം. രണ്ടും ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ ജോലിക്ക് എടുക്കാം, ചിലപ്പോൾ നമ്മൾ ജോലിയിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏതാണ്ട് 80% നമ്മൾ ആശയവിനിമയം ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. 80% നമ്മൾ ഉപയോഗിക്കുന്നത് ആശയവിനിമയം ചെയ്യാൻ വേണ്ടിയാണ്. 80% ഉപയോഗിക്കുന്നത് ആശയവിനിമയം ചെയ്യാൻ വേണ്ടിയാണ്. ആശയവിനിമയം മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി പ്രസംഗ പരിശീലനമാണ്. അതും കൂടെ പറയാം. പ്രസംഗ പരിശീലനം, എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്. പ്രസംഗ പരിശീലനത്തിലൂടെ ഇപ്പൊ നമ്മുടെ ബൈലക്സ് ക്ലാസ് റൂമിലൊക്കെ മൈക്കെടുത്ത് സംസാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആശയവിനിമയ ശേഷി മെച്ചപ്പെടുത്താൻ സാധിക്കും. കേട്ടോ? നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, ബൈലക്സിൽ ക്ലാസ് റൂമിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ടോൺ ഓഫ് ദി വോയിസ് ആണ്. ടോൺ വളരെ പ്രധാനപ്പെട്ടത്. എന്താ ഈ ടോൺ എന്ന് പറഞ്ഞാൽ? ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ രീതിയിൽ തന്നെ സംസാരിക്കാതിരിക്കുക. കയറ്റം, ഇറക്കം, കൂട്ടൽ, കുറയ്ക്കൽ, ഇതെല്ലാം വേണം. ടോൺ വേണം. ടോൺ ഉണ്ടാകുമ്പോഴാണ് ജനങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാകുന്നത്. അത് ബൈലക്സിൽ സംസാരിക്കുന്ന സമയത്ത് ടോണിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ഉസ്താദുമാരൊക്കെ അങ്ങനെയാണ് സംസാരിക്കാറുള്ളത്. അൻവർ ഉസ്താദൊക്കെ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് യൂസിംഗ് ഓഫ് ദ ടോൺ. അങ്ങനെ ടോൺ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനെ കുറിച്ച് മാത്രം പറയുന്ന ടോൺ വേരിയേഷൻ ഷുഡ് ബി ദർ. ഒരു സിസ്റ്റം ഉണ്ട്, പവർ ടോക്ക് സിസ്റ്റം. അത് പ്രാക്ടീസ് ചെയ്യണം. പവർ ടോക്ക് സിസ്റ്റം. അല്ലേ? പവർ ടോക്ക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ എഫക്ട് ഉണ്ടാവുന്നത്. കമ്മ്യൂണിക്കേഷന്റെ എഫക്ട് തീരുമാനിക്കുന്നത് അത് can we get it? Just listen this classroom all these Wednesdays and you will get at least some improvement in case of your power. കുറച്ചൊരു പവർ നിങ്ങൾക്ക് എല്ലാ ബുധനാഴ്ച അവിടെ വന്നാൽ കിട്ടും. അല്ലാതെ എല്ലാം കൂടി നമുക്ക് എന്താ പറയാ, ഒരു ക്യാപ്സ്യൂളൊന്നുമില്ല. സംസാരത്തിൽ പവർ കിട്ടുന്ന പവർ ടോക്ക് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ക്യാപ്സ്യൂളൊന്നുമില്ല. നമ്മളത് പ്രാക്ടീസ് ചെയ്യണം, കേൾക്കണം. ധാരാളം കമ്മ്യൂണിക്കേഷൻ നമ്മൾ കേൾക്കണം. സിസ്റ്റം ക്രമേണ കടന്നു വരും. പിന്നെ ആശയങ്ങൾ കുറെ വേണം കേട്ടോ. നല്ല ആശയങ്ങൾ വേണം. അല്ലാണ്ട് വെറുതെ പവർ മാത്രം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. ആശയവിനിമയം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അതൊരു പവർ ഷോ അല്ല, ഒരു പവർ ഡിസ്പ്ലേ അല്ല. ആശയങ്ങൾ കൊടുക്കൽ തന്നെയാണ്. ആശയങ്ങൾ വേണം. ആശയങ്ങൾ ഉണ്ടാവുകയും ആ ആശയങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യണം. ജോലി കിട്ടാൻ വേണ്ടി വേണം. നമ്മുടെ പിന്നെ ഫാമിലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് ഒരിക്കൽ പറയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഇന്നത്തെ വിഷയാവതരണം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയുള്ള കുറഞ്ഞ സമയം നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇതുവരെ പറഞ്ഞ ഈ വിഷയത്തിൽ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ആ ഫോർമുല നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലെ? ഫോർമുല കിട്ടിയെന്ന് കരുതുന്നു, സോഫ്റ്റ് ആൻഡ് കിട്ടിയെന്ന് കരുതുന്നു. സംശയമുള്ളവർക്ക് വേണ്ടിയുള്ള സമയമാണ് ബാക്കിയുള്ള സമയം. നിങ്ങൾക്കുള്ള ആശയവിനിമയ പ്രശ്നങ്ങൾ, നിങ്ങൾക്കുള്ള വ്യക്തിപരമായ ആശയവിനിമയ പോരായ്മകൾ, അതൊക്കെ പരിഹരിക്കാനുള്ള ചെറിയ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ നൽകാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുള്ളവർ, സംശയമുള്ളവർ, പ്രത്യേകമായ ആവശ്യമുള്ളവർ ബൈലക്സ് മെസ്സഞ്ചറിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്
നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. പിന്നെ ചില ആൾക്കാരുടെ ആശയവിനിമയത്തിൽ, ചില സംസാരത്തിൽ പിന്നെ യാതൊരു ക്ലിയറിറ്റി ഉണ്ടാവില്ല, ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ആ പറയുന്ന സമയത്ത് വാക്കിനൊന്നും യാതൊരു, മലയാളം പറഞ്ഞിട്ടാണെങ്കിൽ അതൊരു വ്യക്തത ഉണ്ടാവില്ല, സ്ഫുടത ഉണ്ടാവില്ല. ഭാഷ സ്ഫുടത എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കേണ്ടതാണ്. പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കേണ്ടതാണ്. നാവ് പഠിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നാവ് പഠിക്കുന്നത് നല്ലതാണ്. നാവ് പഠിക്കുന്നത് നല്ലതാണ്. നല്ല കാര്യങ്ങൾ സംസാരിക്കുക. വിക്ക് ഒഴിവാക്കണമെങ്കിൽ സത്യത്തിൽ പിന്നെ വിക്ക് അത്ര ഒരു, നമ്മൾ വിക്കിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ഒരു കൗൺസിലിംഗ് വേണം അതിന്. വിക്ക് ഒഴിവാക്കാൻ വേണ്ടി കൗൺസിലിംഗ് വേണം. പ്രധാനമായിട്ട് പറഞ്ഞാൽ ഒരു വിക്കുള്ള ഒരാൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. പണ്ട് EMSനോട് ഒരാൾ ചോദിച്ച്, നിങ്ങൾ സംസാരിക്കുമ്പോ ഒക്കെ വിക്കുമെന്ന്, നിങ്ങൾ എപ്പോഴും വിക്കാണോ എന്ന് ചോദിച്ചു EMSനോട്. അപ്പൊ EMS പറഞ്ഞു, ഇല്ലല്ലല്ലല്ല, ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമേ വിൽക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ സംസാരിക്കുമ്പോൾ മാത്രമേ വിൽക്കുള്ളൂ, അല്ലാത്ത എപ്പോഴും വിൽക്കുന്ന ആളെന്നല്ല ഞാൻ എന്ന് പറയുന്ന മാതിരി നമ്മൾ ആ വിക്കിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. ആ വിക്കിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. അത് ശ്രദ്ധിച്ചാൽ വിക്കിനെ വെടിക്കും. കുട്ടികളൊന്നും കളിയാക്കാൻ പാടില്ല. ചില ആൾക്കാർ പരിപാടി സ്വന്തം മോനെ പോയി വർക്ക് ചെയ്യുന്നൊരു പ്രൊഫഷണൽ ട്രെയിനിങ് ഒക്കെ പഠിച്ച ഒരു സംഘടനയുണ്ട്, JCI എന്നാണ് അതിന്റെ പേര്, ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ. ഞാൻ അതിന്റെ ഒരു പരിശീലകൻ കൂടിയാണ്, അതിന്റെ സർട്ടിഫൈഡ് ട്രെയിനറാണ്. JCI, ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ, ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ആ സംഘടന വളരെയധികം പ്രാധാന്യം ഈ ട്രെയിനിങ്ങിന് കൊടുക്കാറുണ്ട്. പ്രസംഗ പരിശീലന ട്രെയിനിങ്ങിന് ആ സംഘടന ധാരാളം പ്രാധാന്യം കൊടുക്കാറുണ്ട്. ആ സംഘടനയിൽ വരുന്ന മെമ്പർമാർക്കൊക്കെ ഈ ട്രെയിനിങ് കിട്ടാറുമുണ്ട്. ഞാനതിന്റെ ഒരു ട്രെയിനറാണ്, ഞാൻ എടുക്കാറുണ്ട് ആ ക്ലാസ്. ഞാൻ ഈ JCI എന്നുള്ള സംഘടനയ്ക്ക് വേണ്ടി പ്രസംഗ പരിശീലന ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അതൊക്കെ നല്ല ഫീസ് വേണ്ട ക്ലാസ്സാണ്. ഒരു ദിവസത്തെ ഫുള്ള് ക്ലാസ്സാണ്. ഒരു 8 മണിക്കൂർ ക്ലാസ്സാണ് പ്രസംഗ പരിശീലനം എന്ന് പറഞ്ഞാൽ. അത് ബൈലക്സുകളൊക്കെ എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അത് നേരിട്ട് ഒരാളെ പ്രസംഗിപ്പിച്ച് പഠിപ്പിക്കുകയാണ്. അത് പവർ ടോക്ക് സിസ്റ്റവും എല്ലാം അതിനകത്ത് വരും. അപ്പോ നമ്മൾ സംശയം ചോദിക്കേണ്ട സമയമാണ്. സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ. യു ക്യാൻ ജോയിൻ. ബൈലക്സിൽ പ്രസംഗ പരിശീലനം വേണമല്ലേ? നടത്താൻ നമുക്ക് ആലോചിക്കാം ഇൻഷാ അല്ലാഹ്. വളരെ പരിമിതമായ രീതിയിൽ നമുക്ക് ബൈലക്സിലൂടെയും അത് ആലോചിക്കാം ഇൻഷാ അല്ലാഹ്. ബൈലക്സിൽ പിന്നെ ആൾക്കാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ വന്നും പോയി നിൽക്കുമ്പോൾ പിന്നെ മൊബൈൽ നമ്പറൊന്നും ഞാൻ പബ്ലിക്കിൽ അടിക്കൂല കേട്ടോ. മൊബൈൽ നമ്പറൊന്നും പബ്ലിക്കിൽ അടിക്കൂല. മൊബൈൽ നമ്പർ ആവശ്യമുള്ളവർ ക്ലാസ്സിന് ശേഷം PM അടിച്ചാൽ മതി. ഓക്കെ. അപ്പോ സംശയം ഒരാൾ ഫൈറൂസ് വീഡിയോസ് സംശയം ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സംശയമുള്ളവരൊക്കെ വന്നോളൂ കേട്ടോ. സംശയമുള്ളവരൊക്കെ വന്നോളൂ. നിങ്ങളെ ചാൻസ് ആണ് ഇപ്പോ. ഓക്കെ. സംശയം ചോദിക്കുന്നതിലൂടെയും കുറെ മൈക്കെടുക്കുന്ന പേടിയൊക്കെ മാറ്റാനും കഴിയും. സഭാകമ്പം മാറ്റാനുള്ള ഒരു പരിപാടി കൂടിയാണ് സംശയം ചോദിക്കൽ. ഒരു ക്ലാസ്സിന് ശേഷം സംശയം ചോദിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് എന്റെ ക്ലാസ്സിൽ സംശയം ചോദിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫൈറൂസിന് വേണ്ടി മൈക്ക് വിടുന്നു. നല്ലൊരു സംശയം അദ്ദേഹം ചോദിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഹലോ 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 ഹലോ, ശബ്ദം കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. എന്റെ വിഷയം, ഞാനൊരു ഒരു സംഗതി പറയുന്നാണെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് ഒരു പൂർത്തീകരിച്ച് കിട്ടുന്നില്ല. എനിക്ക് തന്നെ ഒരു സംശയം വരുക. ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഒരു
ഫലവത്തായില്ലല്ലോ. ഫൈനൽ എനിക്കൊരു റിസൾട്ട് നല്ലോണായിട്ട് തോന്നില്ല, എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതെന്താ അങ്ങനെ എന്നുള്ളതാണ്. കാരണം ഒരു കഥ പറയുന്നാണെങ്കിൽ ആ കഥ പറഞ്ഞ് ലാസ്റ്റ് അതിന്റെ ഫൈനൽ ഒരു തൃപ്തികരമല്ലാത്തൊരവസ്ഥയിൽ അവസാനിച്ചല്ലോ എന്നുള്ളൊരു ചിന്ത വരിക പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെപ്പറ്റി ഡോക്ടർ എന്താണ്? നല്ല ചോദ്യമാണ്. അദ്ദേഹത്തിന് ക്ലൈമാക്സ് ഉഷാറാക്കാൻ പറ്റുന്നില്ല. ഒരു പ്രഭാഷകന്റെ ഏറ്റവും നല്ല കഴിവെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ക്ലൈമാക്സ് ഉഷാറാക്കുക എന്ന് പറയുന്നതാണ് കേട്ടോ. അത് അത്ര പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു സംഗതിയല്ല. ക്ലൈമാക്സ് ഉഷാറാക്കണമെങ്കിലും നല്ല ട്രെയിനിങ് ആവശ്യമുണ്ട്, നല്ല വായന വേണം, നന്നായി വായിക്കണം. ക്ലൈമാക്സിനെ കുറിച്ചും നമ്മൾ ഒരു പ്രസംഗത്തിനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോഴൊക്കെ ക്ലൈമാക്സിനെ കുറിച്ച് മനസ്സിൽ നന്നായിട്ട് ചിന്തിക്കണം. ഞാൻ ഇതെങ്ങനെ അവസാനിപ്പിക്കും. ഓൾ ദാറ്റ് ഗുഡ് ദാറ്റ് എൻഡ്സ് വെൽ എന്നാണ് ഇംഗ്ലീഷിൽ ഒരു പ്രോവർബ് ഉള്ളത്. ഓൾ ദാറ്റ് ഗുഡ് ദാറ്റ് എൻഡ്സ് വെൽ. നന്നായിട്ട് അവസാനിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പൊ നന്നായിട്ട് അവസാനിപ്പിക്കാൻ കൂടി നമുക്ക് സാധിക്കണം. പിന്നെ ചില ആൾക്കാരൊക്കെ കഥ പറയുമ്പോഴേ കഥയുടെ അവസാന ഭാഗം ആദ്യം കണ്ട് പറയും. കഥയുടെ അവസാന ഭാഗം ആദ്യം കണ്ട് പറയും. അതോടുകൂടി ആൾക്കാർ ഇത് കേട്ടിരിക്കാനുള്ള ഒരു സംഗതി, ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഫിനിഷിംഗ് മോശമാവും. അപ്പൊ കഥയുടെ സസ്പെൻസ്, ആ ത്രെഡ്, കഥയുടെ ആ ഒരു ത്രെഡ് അവസാനം വരെ സൂക്ഷിക്കുക. അതൊക്കെ ഒരു കഴിവാണ് കേട്ടോ. അതൊക്കെ ഒരു കഴിവാണ്. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഥ എവിടെ അവസാനിക്കണം, എന്റെ പ്രസംഗം, എന്റെ സ്പീച്ച് എവിടെ അവസാനിപ്പിക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്, അല്ലെ, ചിന്തിച്ചുകൊണ്ട് ടെൻഷനും കൂടാണ്ട് സംസാരിക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഫിനിഷർ ആവാനൊക്കെ സാധിക്കും. നല്ലൊരു സംഭാഷണം ഫിനിഷ് ചെയ്യാൻ അത്ര വലിയ വർക്കൊന്നുമില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്യണം. ആശയവിനിമയം ഒന്ന് പ്ലാൻ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്ത് ഇങ്ങനെ എന്റെ എല്ലാ ആശയവിനിമയങ്ങളും പരാജയമാണ്, അതൊരു നല്ലൊരു ഫിനിഷിംഗ്, ഒരു ക്ലൈമാക്സ് കിട്ടുന്നില്ല എന്നും ചിന്തിക്കാൻ പാടില്ല. ആശയവിനിമയത്തിന്റെ തുടക്കഘട്ടത്തിൽ ആർക്കും പരാജയം പറ്റാവുന്നതാണ്. ആർക്കും പരാജയം പറ്റാവുന്നതാണ് കേട്ടോ. ആരും എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നല്ല. ഇപ്പൊ ഈ വിനീതൻ തന്നെ, ഞാൻ ബൈലക്സിൽ കുറെ മണിക്കൂറുകളോളം ക്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ് റൂമിൽ ഏതാണ്ട് കുറെ കാലമായി സംസാരിച്ചിട്ടുണ്ട്, സുന്നി ക്ലാസ് റൂമിൽ തന്നെ. അപ്പൊ ഞാനൊരു പുറത്ത് ക്ലാസ് എടുക്കുന്ന ഒരു പ്രഭാഷകൻ കൂടിയാണ്. അപ്പൊ പണ്ട് എനിക്കൊരു സാധനം ഫിനിഷ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ ഞാൻ അതിൽ നിന്ന് കുറെ മാറിയിട്ടുണ്ടാവും. അത് ട്രെയിനിങ്ങിലൂടെ, പ്രാക്ടീസിലൂടെ മാത്രം വരുന്ന ഒരു സംഗതിയാണ് ഡെലിവറി. വേണ്ട രീതിയിൽ ഡെലിവറി ചെയ്യാനുള്ള ആ ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിലൂടെ വരുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞുതരാം. അതിന്റെ ഡെലിവറി നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഞാനത് ഡെലിവറി ചെയ്യുന്നത്. ഒരു നല്ല മനോഹരമായ ഒരു കാട്. ആ കാട്ടിൽ വലിയ ഒരു മാവിൽ ഒരു കാക്ക കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. കാക്ക കൂട് വെച്ചു. കാക്ക എന്നും മുടയിട്ട് പുറത്ത് ഭക്ഷണം തേടി പോകും. ഭക്ഷണം തേടി എന്നും പുറത്തോട്ട് പോകും. പുറത്തോട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്ക് അവിടെ മുട കാണാൻ പറ്റില്ല. ഒരു ദിവസം മുട അവിടെ കാണുകയില്ല. മുട പോകും. കാക്കക്ക് ഭയങ്കര സങ്കടമായി. കാക്ക അടുത്ത മരത്തിൽ കാത്തിരുന്നു, ഒളിച്ചിരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? താനിട്ട മുടക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി കാക്ക ഒളിച്ചിരുന്നു. കാക്ക ഒളിച്ചിരുന്ന സമയത്താണ്, അപ്പോഴാണ് ഒരു മരത്തിന്റെ അടിയിലെ ഒരു മാളത്തിൽ നിന്ന് ഒരു ഭീകരൻ സർപ്പം ഇഴഞ്ഞ് കയറി ഈ മുടയും കഴിച്ചു പോകുന്നത് കാക്ക കണ്ടു. ആ ഭീകര സന്ദർഭം കണ്ട് കാക്ക കരയാൻ തുടങ്ങി. കാക്ക കരയാൻ തുടങ്ങി. അലറിക്കരഞ്ഞ കാക്ക, ഒരുപാട് സുഹൃത്തുക്കൾ കാക്കയുടെ വീട്ടിലേക്ക് വന്നു. കാക്കയുടെ വീട്ടിലേക്ക് വന്നു. ഞാനൊരു കഥ പറയാണ്. അങ്ങനെ സുഹൃത്തുക്കൾ വന്നു. കാക്ക സങ്കടം ഷെയർ ചെയ്തു, കൂട്ടുകാരോടൊക്കെ സങ്കടം ഷെയർ ചെയ്തു. ഇതാണ് എന്റെ പ്രശ്നം, കണ്ടില്ലേ, ഞാൻ എത്ര മുട്ടിട്ടിട്ടും കാര്യമില്ല, ഒക്കെ ഈ ക്രൂരനായ പാമ്പ് അടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് കാക്കകളെല്ലാം കൂടി പിന്നെ ഒരു കാക്ക വന്ന് പറഞ്ഞു, ഒരു സൂത്രക്കാരനായ ഒരു കാക്ക വന്നു, പേടിക്കണ്ട, ഞാൻ ശരിയാക്കി തരാം. ഇവിടെ പറഞ്ഞാൽ സബൂർ ഖരോ. മറ്റു കാക്കകളോട് പറഞ്ഞു, സബൂർ ഖരോ, ഐ വിൽ മാനേജ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞ് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് കാക്ക ഏറ്റെടുത്തു. കാക്ക ചുറ്റുപാടും നിരീക്ഷിച്ചിട്ട് കാക്ക ഒരു രാജകുമാരി തൊട്ടടുത്തുള്ള ഒരു പുഴയിൽ നിന്ന് കുളിക്കുന്നത് കണ്ടു. അപ്പോ ആ രാജകുമാരിയുടെ കയ്യിൽ ഒരു മോതിരമുണ്ടായിരുന്നു.
അതവിടെ ഊരി വെച്ചിട്ടാണ് കാക്ക കുളിക്കുന്നത്. ഈ സൂത്രശാലിയായ കാക്ക അവിടെ ചെന്നു പതിയെ ആ മോതിരം കൊത്തിയെടുത്തു. ഒറ്റപ്പാറൽ. അത് രാജാവിന്റെ പട്ടാളക്കാർ കണ്ടു. രാജാവിന്റെ പട്ടാളക്കാർ നിൽക്കവിടെ എന്ന് പറഞ്ഞു കാക്കയുടെ കൂടെ കൂടി. കാക്ക അതൊന്നും മൈൻഡ് ചെയ്യാതെ പറന്ന് പോയി ഈ മോതിരം ഈ മാളത്തിലിട്ടു. പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് ആരും പറയേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ കഥ പറയുമ്പോൾ നമ്മൾ ഒരു സസ്പെൻസോട് കൂടി ഉന്മേഷത്തോട് കൂടി പറയണം. അപ്പോഴാണ് ജനങ്ങൾ അത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ പാമ്പിനെ കൊന്ന് പിന്നെ എല്ലാവരും രക്ഷപ്പെട്ടു. അതാണ് കഥ കേട്ടോ. അപ്പൊ ബുദ്ധി കൊണ്ടാണ് നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ബുദ്ധി കൊണ്ടാണ് നമ്മൾ അത് ജിജ്ഞാസയാണ് ഒരു ആശയവിനിമയത്തിന്റെ ജീവൻ. ജിജ്ഞാസ, ക്യൂരിയോസിറ്റി എപ്പോഴും വേണം. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ശ്രോതാക്കൾക്ക് ഉണ്ടാവണം, കേൾവിക്കാർക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവരവിടെ നിൽക്കുകയുള്ളൂ. നേരത്തെ മൈക്ക് വേണ്ടവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് തരാം. സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മൈക്ക്, കഥ പറയാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഞാനൊരു കഥ, ഒരു ഫിനിഷിംഗ് എങ്ങനെ ഉണ്ടാക്കും എന്ന് പറയാൻ വേണ്ടി ഒരു കഥ പറഞ്ഞതാണ്. കമ്മ്യൂണിക്കേഷൻ ക്ലാസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഞാൻ ചോദ്യങ്ങൾക്ക് വേണ്ടി മൈക്ക് വിട്ടു. ഇത് മൈക്ക് എടുക്കുന്നത് കാണുന്നില്ലല്ലോ. നാം പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുമോ എന്ന പേടി എങ്ങനെ ഒഴിവാക്കാം? നിങ്ങൾ മറ്റുള്ളവർക്ക് പറയുന്നത് അവർക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ പിന്നെ ഇംഗ്ലീഷിലൊന്നല്ലല്ലോ പറയുന്നത്. ഞാനിപ്പോ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നൊരു ഗ്രൂപ്പിൽ ചെന്നാൽ ഞാൻ ഇംഗ്ലീഷ് പറയണം, എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി സംസാരിക്കുക. എന്നാ അവർക്ക് മനസ്സിലാവും, സുഖമായിട്ട് മനസ്സിലാവും. ഇതിപ്പോ നമ്മളൊരു ക്ലാസ് റൂമിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ ഞാൻ ഒരു ന്യൂട്രൽ ആക്സെന്റ് സംസാരിക്കണം. ഞാൻ മലപ്പുറം മലയാളം സംസാരിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വരില്ല. അപ്പൊ ഒരു നല്ല മലയാളം സംസാരിക്കണം. അതേമാതിരി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷ, പിന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷ സംസാരിച്ചാൽ മനസ്സിലാവും. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കണം. പിന്നെ റെസ്പെക്ട് എന്നൊരു കോഡ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേണം, റെസ്പെക്ട് വേണം. അല്ലേ? എന്റെ ശബ്ദം ശരിയല്ലാന്ന്, എന്റെ ശബ്ദം ശരിയല്ലാത്ത കുഴപ്പമുണ്ട്? ഐ എം നോട്ട് ഫീലിംഗ് സോ. ശബ്ദം നല്ല ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇതൊരു BEd കോളേജിൽ പോയിട്ട് എനിക്ക് എന്റെ ശബ്ദത്തിന് ഒരുപാട് ആരാധകരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. BEd കോളേജിൽ പോയിട്ട് ഞാൻ ക്ലാസിന്റെ ഫീഡ്ബാക്ക് ആവശ്യപ്പെട്ട സമയത്ത് കുറെ പേര് പറഞ്ഞത് വളരെ മധുരമായ ശബ്ദമാണ്. മധുരമായ ശബ്ദം എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു കുഴപ്പമൊന്നുമില്ലാത്ത ശബ്ദം എനിക്ക് തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോ പിന്നെ അടുത്ത ചോദ്യത്തിനുണ്ട്. ചോദ്യമൊന്നും വരുന്നില്ല ഇനി. ചോദ്യമൊന്നും വരുന്നില്ലല്ലോ. സിയാദ് മജീദ് നേരത്തെ മൈക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മൈക്ക് വേണ്ടണ്ടായോ? ഓക്കെ, ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കാമല്ലോ? എന്റെ ചോദ്യം ഉസ്താദേ, എങ്ങനെ ബുദ്ധി നമുക്ക് കുറച്ച് നല്ലതായിട്ട് വികസിപ്പിച്ചെടുക്കാം? അതാണ് ഉസ്താദ് എന്റെ ചോദ്യം. നമുക്ക് വ്യായാമമോ അല്ലെങ്കിൽ യോഗയോ ഏത് രീതിയിൽ കൂടെ നല്ല രീതിയിൽ ബുദ്ധി വികസിപ്പിച്ചെടുക്കാം? അതാണ് എന്റെ ചോദ്യം. ഓക്കെ ഉസ്താദേ, മൈക്ക് ഞാൻ വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല ചോദ്യമാണ്. അപ്പോ ഇപ്പോ നിങ്ങളുടെ ബുദ്ധിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ കുറച്ച് തമാശ പറയൂട്ടോ. സിയാദ് മജീദേ, ഇപ്പോ മജീദ് സാഹിബിന്റെ ബുദ്ധിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പൊ ഗുഡാണല്ലേ? അപ്പൊ പിന്നെ അത് തന്നെ മതി, ആ കാഴ്ചപ്പാട് തന്നെ മതി. അങ്ങനെ സ്വന്തം ബുദ്ധിയെ കുറിച്ച് നല്ലൊരു അഭിപ്രായം ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ആദ്യം തന്നെ ബുദ്ധി വികസിപ്പിക്കാനുള്ള ഒരു വഴി. എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധി തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുക. അപ്പൊ തന്നെ ബുദ്ധി വികസിച്ചു തുടങ്ങും. പിന്നെ ബുദ്ധി വികസിക്കണമെങ്കിൽ ആരെയും കുറ്റം പറയാൻ പോകരുത്. അല്ലെ, നമ്മുടെ കേരളത്തിൽ കുറച്ച് ആൾക്കാർക്ക് തീരെ ബുദ്ധിയില്ലാത്തത്, ഓല് വാ തുറന്നാൽ കുറ്റം മാത്രമേ പറയുള്ളൂ. കുറ്റം പറയരുത്, നല്ലതാണ് പറയേണ്ടത്.
നല്ല കാര്യങ്ങൾ, ഉപകാരപ്രദമായ സംസാരം. വെറുതെ സംസാരിച്ചാൽ ബുദ്ധി കുറഞ്ഞു പോകും. വെറുതെ സംസാരം ബഡായി ബഡായി പറഞ്ഞാൽ ബുദ്ധി കുറഞ്ഞു പോകും. നല്ലത് പറയാം. പിന്നെ ഇവിടെ നമ്മുടെ ഈ ക്ലാസ് റൂം ബൈലക്സിലാണെങ്കിൽ KMIC ക്ലാസ് റൂമിൽ തന്നെ പരമാവധി ഇരിക്കാൻ നോക്കുക. വേറെ എവിടെയും പോകണ്ട. ഇവിടെ അങ്ങനെ പിന്നെ ഇതൊന്നും പറയാറൊന്നുമില്ല. ഇവിടെ ഇറച്ചി ബിസിനസ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ പരമാവധി ഇവിടെ ഇരിക്കാൻ നോക്കുക. നല്ല ബുദ്ധി വരും. അത് ബുദ്ധിപരമായ ക്ലാസ്സുകളാണ്. നമ്മുടെ അബൂ റയ്യാൻ ഉസ്താദിന്റെ ക്ലാസ് വളരെ ഉഷാർ ക്ലാസ്സാണ്. ഞാൻ പോലും ഇരുന്ന് നോട്ട് ചെയ്തെടുക്കാറുണ്ട് അബൂ റയ്യാൻ ഉസ്താദിന്റെ ക്ലാസ്. അങ്ങനെ നിരവധി ഉസ്താദുമാരുണ്ട്. നമുക്ക് മനസ്സ് തട്ടുന്ന രീതിയിൽ ക്ലാസ് എടുക്കുന്ന ധാരാളം ഉസ്താദുമാരുണ്ട്. അപ്പൊ നല്ല സ്ഥലത്ത് ഇരിക്കുക, നല്ലവരോട് കൂട്ടുകൂടുക, ധാരാളം വായിക്കുക, ഉപകാരമുള്ളത് വായിക്കുക. ഉപകാരമുള്ളത് അപ്പൊക്കെ ബുദ്ധി ഇങ്ങനെ വികസിച്ച് വരും. പിന്നെ എല്ലാ കാര്യത്തിനെ കുറിച്ചും നല്ല ഒരു ചിന്താഗതി പുലർത്തുക. നെ കുറിച്ച് നന്മ പുലർത്തുക. ചോദ്യങ്ങളൊന്നും അറിയില്ല, കുറെ ചോദിക്കണം വിചാരിക്കുന്നു ഡോക്ടർ സാറിന്റെ അടുത്ത്. അതായത് അലർജിയുടെ പ്രശ്നം പകുതി ഉറങ്ങിക്കഴിഞ്ഞാൽ നിശബ്ദ സംഭവം തുമ്രം. വലൈക്കും സലാം. നമ്മുടെ വിഷയം സോഫ്റ്റ് സ്കില്ലാണ്. എന്നാലും ഒരു ഡോക്ടർ ആയതുകൊണ്ട് പറയാം. അലർജി കൊണ്ടായിരിക്കും മിക്കവാറും തുമ്മുന്നത്. കേട്ടോ, അലർജി ആവാനാണ് സാധ്യത. ഏതായിരുന്നാലും വെച്ചോണ്ടിരിക്കണ്ട. ഭാര്യ ചിലപ്പം കേസ് കൊടുത്തെന്ന് വരും. ഞാന് തമാശയാണ് കേട്ടോ. ഭാര്യ കേസ് കൊടുത്തെന്ന് വരും. അവള് ഉറങ്ങാൻ സമ്മതിക്കാതെ എല്ലാ ദിവസവും ഇങ്ങനെ തുമ്മിക്കുകയാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക. അത് ഹോമിയോപ്പതി മരുന്നായാൽ പൈസ കിട്ടുന്നുണ്ട് കേട്ടോ. ഹോമിയോപ്പതി മരുന്നായാൽ അത് നന്നായി ഒരു കൂടാതെ സംഗതി മാറും എന്ന് ഓർമ്മിപ്പിക്കുന്നു. വല്ലാതെ വൈകണ്ട. വല്ലാതെ വൈകിയാൽ സംഗതി പ്രശ്നം. ഇനി ക്ലാസ് റൂമില് ഞാൻ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ തമാശയൊക്കെ പറയാ. ആരും ഒന്നും കരുതരുത്, ആരും ഒന്നും പറയുന്നല്ല. അത് ഒരു ക്ലാസിന്റെ ഭാഗമാണ്. തമാശകളൊക്കെ ക്ലാസിന്റെ ഭാഗം. ഉഷാർ ഒക്കെ അടുത്ത ചോദ്യത്തിന് വേണ്ടി വയ്ക്കും. എനിക്കിന്റെ സംശയം എന്താ വെച്ചാല്, ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് ഫസ്റ്റിലൊക്കെ ഉഷാറായി പോകും, പിന്നീട് മിനിറ്റ് കഴിയുമ്പോൾ സ്വയം ഹീറ്റ് ആവുകയാണ്. അത് എന്തുകൊണ്ടാണ്? അത് കൺട്രോൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു അറിയുന്നത്. ഒന്നും കേട്ടിട്ടില്ല. ഭാര്യ എന്ന് മാത്രം കേട്ടു. ഭാര്യയെ പേടിച്ചിട്ടാണോ ശബ്ദം പൊങ്ങാത്തത് എന്ന് അറിഞ്ഞുകൂടാ. ഭാര്യ എന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ അതിന് മറുപടി പറയാൻ പറ്റൂല. കേട്ടിട്ടില്ല കേട്ടോ. ആരെങ്കിലും കേട്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നന്നായി. എന്റേത് ലാപ്ടോപ്പാണ്, അതിന്റെ എക്സ്റ്റേണൽ സ്പീക്കറൊന്നുമില്ല. ഓർമ്മശക്തി കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മളൊരു സുഹൃത്ത് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പൊ ഓർമ്മശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഓർമ്മശക്തി ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ആ വിശ്വാസം തന്നെ മതി ഓർമ്മശക്തി കൂട്ടാൻ. ആ വിശ്വാസം തന്നെ മതി ഓർമ്മശക്തി കൂട്ടാൻ. ആ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡൗട്ട് ഉണ്ടോ? എന്നാ പോയി. ഓർമ്മശക്തി ഉണ്ട് എന്ന കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർമ്മശക്തി കുറഞ്ഞു തന്നെ പോകും എന്ന് അറിയിക്കുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്കൂട്ടും. ഹലോ, സൗണ്ട് ക്ലിയർ ആക്കാൻ എന്തെങ്കിലും ആയുർവേദപരമായ എന്തെങ്കിലും മരുന്നുകളുണ്ടോ? ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു.
സൗണ്ട് ക്ലിയർ ആക്കാൻ അധികം ഭക്ഷണം കഴിക്കാതിരിക്കുക, ചിക്കൻ കഴിച്ചാൽ സൗണ്ടിന് പലപ്പോഴും പ്രശ്നം വരാറുണ്ട്. കോഴി ഒഴിവാക്കണം. ഞാനൊക്കെ പിന്നെ ചിക്കൻ പരമാവധി പിന്നെ ഒരു 99% ഒഴിവാക്കൽ തന്നെയാണ്. നമ്മളെ പിന്നെ മരുന്ന് കൊടുത്ത് തീറ്റ കൊടുത്ത് വളർത്തുന്ന ചിക്കൻ കഴിച്ചാൽ അത് ശബ്ദത്തിനെ ബാധിക്കും. മട്ടനൊക്കെ കഴിക്കാം. അപ്പോ ചിക്കൻ കഴിച്ചാൽ ശബ്ദത്തിനെ അത് വല്ലാണ്ട് നമ്മുടെ സ്വനപേടകത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചിക്കനൊക്കെ ഒഴിവാക്കുക. ചിക്കൻ നല്ലതല്ല. അതിന്റെ ജനിതക ഘടന മാറ്റിയതാണ്. നിങ്ങൾക്കറിയോ? നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ശരി ചിക്കൻ വേണ്ട. ചിക്കൻ കഴിച്ചിട്ടില്ലെങ്കിൽ ആരും മരിച്ചു പോകുന്നില്ല, ഒരാളും മരിച്ചുപോല. അപ്പൊ അതുകൊണ്ട് ചിക്കനൊക്കെ ഒന്ന് കുറച്ചാൽ ശബ്ദം കുറെ കൂടി നന്നാവും. ഇൻഷാ അല്ലാഹ്. കേട്ടാ, ഞാൻ ചിക്കൻ ഒഴിവാക്കിയ സമയത്ത് ഇപ്പോ നേരത്തെ കുറച്ചേരം ക്ലാസ് എടുത്തിട്ടാണെങ്കിൽ ശബ്ദം പോവുന്നു. ഇപ്പോ അൽഹംദുലില്ലാ ചിക്കനും കൂടെ ഒഴിവാക്കിയതിന് ശേഷം ഉറങ്ങിയ ഏതോ കാലത്ത് നാടൻ ചിക്കൻ കുഴപ്പമില്ല, നാടൻ കുഴപ്പമില്ല കേട്ടോ. വീട്ടിൽ വളർത്തിയ കോഴി പ്രശ്നമല്ല. കേട്ടോ. വിരുന്ന് വിളിക്കുന്നവരൊക്കെ പിന്നെ അത് അയച്ചോളൂ. ബ്രോസ്റ്റൊക്കെ ഭയങ്കര കേടാ. ബ്രോസ്റ്റൊക്കെ തിന്നിക്കുകയാണെങ്കിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ തടി കേടാക്കാൻ അതിലും വലിയൊരു സാധനം വേറല്ല. ഓക്കെ, അടുത്ത ചോദ്യം മേക്കൂ. ഹലോ, ഈ നമ്മുടെ സെമന്റെ ഇത് അണുക്കളെ കൂട്ടാൻ എന്താണ് ചെയ്യാ? സെമനിലുള്ള അണുക്കളുടെ കുറവ് കാരണം സന്താനോൽപാദന ശേഷി കുറയുന്നതാണല്ലോ. അപ്പൊ അതിന് എന്ത് ചെയ്യും? ഡോക്ടറെ കാണാം. ഞാൻ ഡോക്ടർ തന്നെയാണ്. പക്ഷെ ഇപ്പൊ നമ്മളിവിടെ എടുക്കുന്നത് സോഫ്റ്റ് സ്കിൽ ഫോർ സക്സസ് ആണ്. സുഹൃത്ത് വന്ന് ഇതൊക്കെ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. ശുക്ലത്തിന്റെ എണ്ണം കൂടാൻ വേണ്ടി ഭാര്യ നന്നായിട്ട് സ്നേഹിക്കുക. ലവ് യുവർ വൈഫ് ഫസ്റ്റ്. നന്നായിട്ട് സ്നേഹിക്കുക. നന്നായിട്ട് സ്നേഹിച്ചാൽ ഇത് കൂടും, കൗണ്ട് കൂടും. പിന്നെ ഈ മറ്റേ പടങ്ങളൊന്നുണ്ടല്ലോ, മോശപ്പെട്ട പടങ്ങളൊന്നും കാണുന്നത് തീർത്തും ഒഴിവാക്കണം. മോശപ്പെട്ട പടങ്ങൾ ഒരു കാരണവശാലും കാണാൻ പാടില്ല. അതൊക്കെ കൗണ്ട് കുറക്കുന്ന സംഗതികളാണ്. യൂട്യൂബിലൊക്കെ ഉണ്ടാകുന്ന സെക്സ് പടങ്ങളൊക്കെ കണ്ടാൽ ഉള്ള കൗണ്ടും കൂടി ഇല്ലാതായി. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുക. അപ്പോ നല്ല കാഴ്ചകൾ മാത്രം കാണുക. ഓക്കെ. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ വിഷയത്തിൽ പെടുന്നതല്ല. അതുകൊണ്ട് ഇപ്പോ ശ്രോതാക്കൾക്ക് അത് ബോറടിയായി മാറും. ഞാനിപ്പോ ഇവിടെ എടുക്കുന്നത് ആശയവിനിമയത്തിനെ കുറിച്ചുള്ള വിഷയങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. അടുത്ത ചോദ്യത്തിന് വേണ്ടി മേക്കുന്നത് വേഗം ചോദിച്ചു വിട്ടോളുക. ഞാനൊരു 5 മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞാൽ നിർത്തണം. കാരണം 3:10 ഒരു 3:15 വരെ 15 മിനിറ്റ് പേഷ്യൻസിന്റേതാണ്, നമ്മുടേതല്ല. 15 മിനിറ്റ് പേഷ്യൻസിന്റെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും സാർ. എന്റെ ക്വസ്റ്റ്യൻ കേൾക്കാമോ? ഓക്കെ സാർ, എന്റെ ക്വസ്റ്റ്യൻ ടെൻഷൻ എങ്ങനെ ഒഴിവാക്കാം? അതിനെക്കുറിച്ച് നല്ലൊരു വിശദമായ ഒരു ചർച്ച ചെയ്യണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. മൈക്ക് റിലീസ്. ആദ്യത്തത് പിന്നെ അങ്ങനെ പറഞ്ഞു. ടെൻഷനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞ ഒരു ക്ലാസ് നിങ്ങൾ യൂട്യൂബിൽ ഡോക്ടർ കീശേരി എന്ന് അടിച്ചാൽ കിട്ടും. യൂട്യൂബിൽ എന്റെ ഐഡി അടിക്കുക. അപ്പൊ അതിനകത്തുണ്ട് ടെൻഷൻ എങ്ങനെ ഒഴിവാക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറെ വിശദമായ ഒരു ക്ലാസ്സാണത്. 2-3 മണിക്കൂർ വേണം അത് പറയാൻ. നമ്മുടെ സൈറ്റിലുണ്ട്. ഓക്കെ, നമ്മുടെ സൈറ്റിലുണ്ട്. ടെൻഷൻ ഒഴിവാക്കുന്നത് നമ്മുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല, യൂട്യൂബിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് കേൾക്കുന്നത് നന്നായിരിക്കും. സലാത്ത് ചെല്ലുന്നത്, ദിക്ർ ചെല്ലുന്നത് പോലെയുള്ള ഒരു ടെൻഷൻ പാലിയേറ്റർ ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് വളരെ നല്ല ഒരു പാലിയേറ്ററാണ്. സ്മോൾ കിട്ടുന്നില്ല, മനസ്സിലാവുന്നില്ലല്ലോ. മഞ്ഞമാടി ഫൈസി ഉസ്താദ് ചോദിച്ചൊരു ചോദ്യം കിട്ടുന്നില്ല. അലനശ്വര ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയില്ല ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം വേണ്ടി മൈക്കൂട്ടി.
കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. കേൾക്കാമോ? കേൾക്കാമോ? ഈ വസ്വാസ് എങ്ങനെ ഒഴിവാക്കാം സാറൊന്ന് വ്യക്തമായി പറഞ്ഞാൽ നന്നായിരുന്നു. നല്ലൊരു ചോദ്യമാണ്. പക്ഷെ നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ വിഷയം. വസ്വാസ് ഒരു ഉസ്താദ് മാറ്റിയത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വസ്വാസുള്ള ഒരു മുലിയാരിറ്റി ഒരു ദർസിലുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഊതെടുത്തിട്ട് ഇങ്ങനെ പിന്നെ വെള്ളത്തിന്റെ കാതൽ തപ്പിയാണ് ഇവര് ഊതെടുത്തത്. ഉസ്താദ് പുറകിലൂടെ വന്നിട്ട് ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തു. ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുത്തിട്ട് ഇവര് ഹൗദിലേക്ക് പടേന്ന് അങ്ങോട്ട് വീണു. ഹൗദിലേക്ക് പടേന്ന് അങ്ങോട്ട് വീണു. അന്ന് തീർന്നതാണ് വസ്വാസ്. അന്ന് തീർന്നിട്ടുണ്ട് മുമ്പരുടെ വസ്വാസ്. അങ്ങനെയും വസ്വാസം മാറ്റാം. പിന്നെ പിന്നെ കൗൺസിലിംഗ് ഉണ്ട് വസ്വാസിന്. കൗൺസിലിങ്ങിലൂടെ വസ്വാസം മാറ്റാവുന്നതാണ്. പിന്നെ മരുന്നുണ്ട്, ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട്, നല്ല മരുന്നുണ്ട്. കൗൺസിലിങ്ങും ഹോമിയോപ്പതി മരുന്നും ചേർത്ത് ഒരു സൈക്കോതെറാപ്പി, ഹോമിയോപ്പതി മെഡിസിൻ രണ്ടും കൂടി ചേർന്നാൽ വസ്വാസ് പമ്പ കിടക്കും. അതുകൊണ്ട് ഒരു ഡോക്ടറെ കാണുക. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്ന് ഹോമിയോപ്പതിയാണ്, അത് കാണുന്നതായിരിക്കും നന്നാവുക എന്ന് സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം വേണ്ടി നയിക്കോട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഡോക്ടർ സാർ? സ്ക്രീനൊന്നും അനങ്ങുന്നുണ്ടല്ലോ. കേൾക്കാം. ഓക്കെ. ഞാൻ ഈ ഇതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അല്ലെങ്കിലും വളരെ വിഷമത്തോടു കൂടി ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കാനുള്ള ഒരു സന്മനസ് സാറ് കാണിക്കണം. ഹോമിയോപ്പതിയിൽ ഉള്ളത്, അതായത് നമ്മുടെ ഒരു സഹോദരിയുടെ ഭർത്താവ് ക്യാൻസറായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോ അദ്ദേഹം ഗവൺമെന്റ് ആശുപത്രിയിൽ കിടക്കുന്ന നാവിലാണ് ഈ അസുഖം ഉള്ളത്. അപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നാവ് അണ്ണാക്ക് വെച്ച് അണ്ണാക്കിന്റെ ആ ഭാഗം വരെ പടർന്നിട്ടുണ്ട്. അത് വെച്ച് നാവ് അങ്ങോട്ട് മുറിച്ചു കളയണം എന്ന് പറഞ്ഞത്. അടുത്ത പേജിനും 5-8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സർജറി ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. അത് ചെയ്യാനാണെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ കഴിഞ്ഞാല് എന്തായിരിക്കും ആ അവസ്ഥ? കേൾക്കുന്നവരൊക്കെ ഈ സഹോദരന്റെ അസുഖം മാറാൻ വേണ്ടി എല്ലാവരും ദ്വാരക്കണം എന്നും സാന്ദർഭികമായി ഉണർത്തും. അള്ളാഹു നമ്മളിൽ നിന്നും ഇത്തരത്തിലുള്ള മാരക രോഗങ്ങളൊക്കെ അള്ളാഹു തആല കാത്ത് നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ദ്വാരക്കുകയാണ് എല്ലാവർക്കും വേണ്ടി. അതിനെ പെരുമാറ്റത്തിൽ ഇല്ല. അപ്പോ ഹോമിയോപ്പതിയിൽ ഇതിന് വല്ല മെഡിസിൻ ഉണ്ടോ? വലൈക്കും സലാം. ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട്. ക്യാൻസർ രോഗത്തിന് ഹോമിയോപ്പതിയിൽ മരുന്നുണ്ട്. നല്ല ഒരു ഡോക്ടറെ കാണിച്ച് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചാൽ നല്ല ആശ്വാസം കിട്ടും. നിങ്ങളുടെ അടുത്തുള്ള ഒരു നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കാണുക. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുരുതരമായ അസുഖങ്ങളെ തൊട്ട് നമ്മളെയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്യരുത്. ഹാൻഡ് റൈസ് ചെയ്ത ആൾക്കാർക്ക് മാത്രം ഒന്ന് മറുപടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഡോക്ടർ, നമ്മളിപ്പോ സംസാരിക്കുമ്പോ അറിയാതെ സ്പീഡായി വരികയാണ്. സംസാരിക്കുന്നത് പെട്ടെന്ന് വ്യക്തമാവാതെ വളരെ സ്പീഡിൽ അങ്ങോട്ട് സംസാരിച്ച് തീർക്കാന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ട് അത് ഇപ്പോ മറ്റുള്ളവർക്ക് വ്യക്തമാകാത്ത അവസ്ഥയിലേക്ക് ചില സമയത്ത് മാറിപ്പോവാണ്. ഇത് നമ്മൾ എന്താണ് പരിഹാരം? സാർ ഡോക്ടർ നല്ലൊരു മറുപടി തന്നാലും.
സംസാരത്തിന് ഓവർ സ്പീഡായാലും പ്രശ്നമാണ്, സ്പീഡ് പറ്റെ കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. ഒരു മിതമായ സ്പീഡിലാണ് സംസാരിക്കേണ്ടത്. അത് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. അത് തന്നെയാണ്, പ്രാക്ടീസ് മാത്രമാണ് അതിനുള്ള പ്രതിവിധി. നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല ഭാഷ കയ്യിലുണ്ടാക്കുക. മറ്റൊരു ഉസ്താദ് ചോദിച്ചത് മണം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് മൂക്കിലെന്തെങ്കിലും അലർജിയുടെ പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും. അപ്പൊ അത് പിന്നെ മൂക്കിന്റെ പ്രശ്നമായി, അലർജിയുടെ പ്രശ്നമായിരിക്കാം. ഹോമിയോപ്പതിയുടെ ചോദ്യങ്ങളൊന്നും ഞാനിപ്പം മറുപടി പറയുന്നില്ല. പിന്നീട് ഇൻഷാ അല്ലാഹ് അത് നമുക്കൊരു ചർച്ചയാക്കാം. ഇന്നത്തെ വിഷയം സോഫ്റ്റ് സ്കില്ലാണ്. ഞാനൊരു ഹോമിയോപ്പതി ഡോക്ടറാണെന്ന് കൂട്ടത്തിൽ പറഞ്ഞു പോയിന്ന് മാത്രം. ഹോമിയോപ്പതി ഡോക്ടറും ഒരു പരിശീലകനും കൂടിയാണ്. അപ്പൊ ആ പരിശീലനത്തിന്റെ വിഷയമാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേട്ടതും ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ആശയവിനിമയം മെച്ചപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു ചെറിയ ഒരാളൊരു ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അത് വായിക്കാൻ പറ്റുന്നില്ല. മൈക്രോസ്കോപ്പിക് ടെസ്റ്റാണ്. അതിപ്പോ വായിക്കുമ്പോൾ കുറെ സമയം എടുക്കും. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൽ അതിന് മറുപടി തരാൻ പറ്റില്ല. പിന്നീട് ഞാൻ ഫ്രീ ആകുമ്പോൾ മറുപടി തരാം. ഏതായിരുന്നാലും ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, ഇതൊക്കെ പ്രയോഗിക്കണം. നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിലും നമ്മുടെ ദഅ്വാ മേഖലകളിലും നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെ നമ്മൾ ഇത് പ്രയോഗിക്കണം. യു മസ്റ്റ് യൂസ്, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഉപയോഗിക്കണം. നമ്മുടെ പ്രഭാഷണങ്ങളിൽ, നമ്മുടെ അധ്യാപകരുണ്ട്, അവർ പഠിപ്പിക്കുന്നിടത്ത് അവരൊക്കെ നമ്മൾ ഉപയോഗിക്കണം. ഞാനൊരു അധ്യാപകനാണ്, ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പൊ അത് ഉപയോഗിച്ചു കൂടി തുടങ്ങണം. ഭാര്യ ഭർത്താവിന്റെ അടുത്ത് പ്രയോഗിക്കണം, ഭർത്താവിന്റെ അടുത്ത് ഭാര്യയും പ്രയോഗിക്കണം. അങ്ങനെ കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടട്ടെ. എല്ലായിടത്തും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവട്ടെ. ഇമ്പ്രൂവ്മെന്റ് ഓൾ ദ പ്ലേസ്, എല്ലായിടത്തും വട്ടെ. അല്ലെ? സാമൂഹ്യ ബന്ധങ്ങളും വീട്ടിലൊക്കെ ഭാര്യമാർക്കൊക്കെ KMIC സോഫ്റ്റ് സ്കില്ല് കേട്ടതിന് ശേഷം ഞാൻ വളരെ അങ്ങോട്ട് സോഫ്റ്റ് ആയി, എന്റെ ഭർത്താവ് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറയണം. എന്റെ ഭർത്താവിന്റെ സ്വഭാവം ചേഞ്ച് ആയി. എന്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഐ മസ്റ്റ് ചേഞ്ച് യു. എനിക്ക് നിങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇത് ഉപയോഗിക്കണം. യൂസ് ഓർ യു വിൽ ലൂസ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കണം എന്ന്, ഈ ടെക്നിക്കൊക്കെ സോഫ്റ്റ് ആൻഡ് ഫോർമുലയൊക്കെ ഉപയോഗിക്കണം. വീട്ടിൽ തന്നെ ഉപയോഗിക്കുക, എന്നിട്ട് റിസൾട്ട് പറയാം. സോഫ്റ്റ് ആൻഡ് ഫോർമുലയൊക്കെ ഉപയോഗിച്ച് റിസൾട്ട് അറിയിക്കണം എന്ന് കൂടി അഭ്യർത്ഥിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഒക്കെ എല്ലാവരുടെ ശേഷിയും ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ദഅ്വാ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ വാക്കും നാക്കും എല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരെയും ദഅ്വാ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് മാരകമായ അസുഖങ്ങളെ തൊട്ട് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ദീനുൽ ഇസ്ലാമിനെ, സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും ദീർഘായുസ്, ആഫിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.